ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഏറെ പ്രിയങ്കരനായ സ്പീക്കർ എൻ ഷംസീർ സാർ, ഭരണഘടന CAD പരിഭാഷാ പ്രോജക്റ്റിൻ്റെ വിദഗ്ധ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ NK ജയകുമാർ സാർ, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗവൺമെൻറ് ചീഫ് ഡോക്ടർ N ജയരാജ് സാർ, PS സുബാൽ സാർ MLA, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, മാത്യു ടി തോമസ് സാർ MLA, തോമസ് കെ തോമസ് MLA, ശ്രീ M രാജഗോപാലൻ MLA, അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ സാർ, സെക്രട്ടറി നിയമവകുപ്പ് സെക്രട്ടറി KG സനൽകുമാർ സാർ, മുൻ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ സാർ, ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, അതുപോലെ ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി L ജ്യോതി, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ഈ പരിഭാഷാ സമിതിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ നിയമവകുപ്പിലെയും സെക്രട്ടേറിയറ്റിലെയും നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും മുൻ ജീവനക്കാർ, നിയമസഭയിലെ നിലവിലുള്ള ജീവനക്കാർ, അതുപോലെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യപിറവിയുടെ 75-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ മറ്റ് പ്രാദേശിക ഭാഷകളിൽ ഇന്നുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡിബേറ്റ്സ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 75-ാം വാർഷിക ദിനത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻ സ്പീക്കറായിരുന്ന ശ്രീ MB രാജേഷ് സാറാണ് നിർദ്ദേശിച്ചത്. 6744 പേജുകളായി 12 വാല്യങ്ങളുള്ള 165 ദിവസത്തെ ഡിബേറ്റ്സ് തർജ്ജിമ ചെയ്യുന്നതിനായി നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും നിയമവകുപ്പിലെയും വിരമിച്ചതും സർവീസിലുള്ളതുമായ ഉദ്യോഗസ്ഥരുടെ ടീം രൂപീകരിച്ചു. 2022 മെയ് മാസത്തിൽ ആരംഭിച്ച പ്രോജക്റ്റിൻ്റെ നിർവഹണത്തിനായി നിയമസഭാ സെക്രട്ടേറിയറ്റിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ട്രാൻസ്ലേഷൻ വിഭാഗം CAD വിഭാഗം താൽക്കാലികമായി രൂപീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്. സന്നദ്ധത അറിയിച്ച 108 ഉദ്യോഗസ്ഥരെ 10 ടീമുകളായി വിഭജിച്ചാണ് പ്രാഥമിക പരിഭാഷ നിർവഹിച്ചത്. പ്രോജക്റ്റിൻ്റെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനായി കൂടുതൽ പരിഭാഷകരുടെ സേവനം ആവശ്യമുള്ളതിനാൽ അഭിഭാഷകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അമച്വർ പരിഭാഷകർ തുടങ്ങിയവർ അടങ്ങുന്ന പരിഭാഷകരുടെ ടീമിനെയും അതിനായിട്ട് നിയോഗിച്ചു. പരിഭാഷയുടെ വിദഗ്ധ പരിശോധനയ്ക്കായി ഭരണഘടനാ വിദഗ്ധർ, നിയമവിദഗ്ധർ, ഭാഷാ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി മുൻ നിയമസഭാ സെക്രട്ടറി കൂടിയായ ഡോക്ടർ NK ജയകുമാർ സാർ അധ്യക്ഷനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചു. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ അധ്യക്ഷതയിൽ കൂടാതെ ഒരു എഡിറ്റോറിയൽ ബോർഡും രൂപീകരിച്ചു. സർവശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ, M രാജഗോപാലൻ, KV സുമേഷ്, തോമസ് കെ തോമസ്, സണ്ണി ജോസഫ്, മാത്യു ടി തോമസ്, PS സുബാൽ എന്നീ നിയമസഭാ അംഗങ്ങളും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് എന്നിവരും നിയമസഭാ സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി എന്നിവരും ഇതിലംഗങ്ങളായിരുന്നു. 10 വാല്യങ്ങളുടെയും മലയാള പരിഭാഷാ പ്രവൃത്തികൾ പൂർത്തിയായി. വിദഗ്ധ പരിശോധനയാണ് നിലവിൽ നടന്നു വരുന്നത്. പല പ്രസംഗങ്ങളിലും ഹിന്ദുസ്ഥാനി, ഉറുദു, സംസ്കൃത ഭാഷയിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉള്ളതിനാൽ പ്രോജക്റ്റിൽ സംസ്കൃത, ഉറുദു ഭാഷാ കൺസൾട്ടന്റുമാരെയും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിഭാഷയുടെ ആദ്യ വാല്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2025 ജൂൺ 24 പ്രകാശനം ചെയ്തു. 2ഉം 3ഉം വാല്യങ്ങൾ 2026 ജനുവരി 13 ബഹുമാനപ്പെട്ട ഗവർണർ പ്രകാശനം ചെയ്തു. 4, 5, 6 വാല്യങ്ങൾ 2026 ഫെബ്രുവരി 24 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. 7ാമത്തെ വാല്യമാണ് ഇന്ന് റിലീസ് ചെയ്യുന്നത്. ഇനിയും 3 വാല്യങ്ങൾ കൂടിയാണ് റിലീസ് ചെയ്യാനുള്ളത്. അതിൻ്റെ പരിഭാഷ പൂർത്തിയായിട്ടുണ്ട്. വിദഗ്ധ പരിശോധന നടന്നു വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായതുമായി ബന്ധപ്പെട്ട് സാമൂഹികവും സാംസ്കാരികവും ചരിത്രപരവും രാഷ്ട്രീയപരവുമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വസ്തുതകൾ സംബന്ധിച്ച് ആഴത്തിലും സൂക്ഷ്മതയോടെയും കരുതലോടെയുമുള്ള ചർച്ചകൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്തമാക്കുക എന്നതായിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അതിലുപരി ഭാവിയിൽ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് റഫറൻസ് ഗ്രന്ഥമായി ഉപകരിക്കപ്പെടുന്നതായിരിക്കും ഈയൊരു ഗ്രന്ഥം. ആയതിനാൽ ബൃഹത്തായതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഈ ഗ്രന്ഥം അപാകതകളൊന്നുമില്ലാതെ കുറ്റമറ്റ രീതിയിൽ പ്രസിദ്ധീകരിക്കുക എന്നൊരു വലിയൊരു ഉത്തരവാദിത്തമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഏറ്റെടുത്തത്. അത് ഏകദേശം അതിൻ്റെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കുകയുമാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാറാണ്. നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ബഹുമാനപ്പെട്ട ചിറ്റയം ഗോപകുമാർ സാറിനെ ഏറ്റവും ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ഈ പുസ്തക പ്രകാശനം 7ാം വാല്യത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കർ, ഏറ്റവും ആദരണീയ സ്പീക്കർ ശ്രീ N ഷംസീർ അവറുകളാണ്. നമ്മുടെ ഈ പ്രോജക്റ്റ് ഈ കാലയളവിൽ തന്നെ പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഏകദേശം നമ്മൾ ആ പ്രോജക്റ്റ് ഒരു അന്തിമ ഘട്ടത്തിലും ആയിട്ടുണ്ട്. ഈ 7 വാല്യങ്ങളും
നമ്മൾ പ്രസിദ്ധീകരിച്ച് ഏഴാമത്തെ വാല്യം 6 വാല്യം പ്രസിദ്ധീകരിച്ച് 7ാമത്തെ വാല്യം പ്രസിദ്ധീകരിക്കുകയാണ്. നമ്മുടെ നിയമ സെക്രട്ടറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും പിന്തുണ നൽകുകയും വിജ്ഞാനപ്രദമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഊർജ്ജവും പകരുന്ന ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഷംസീർ സാറിനെ ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ബൃഹത്തായ പദ്ധതിയുടെ നെടുംതൂണായി പ്രവർത്തിച്ചത് CID പരിഭാഷ പ്രൊജക്റ്റ് വിദഗ്ധ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ NK ജയകുമാർ സാറാണ്. അദ്ദേഹം 2 തവണ നിയമസഭാ സെക്രട്ടറിയുടെ പദവിയിലിരുന്ന ആളാണ്. ന്യൂവാൽസിൻ്റെ VC ആയിരുന്നു. അദ്ദേഹത്തെ നിയമരംഗത്തെ അദ്ദേഹത്തിൻ്റെ വിലമതിക്കാനാകാത്ത സംഭാവനകളെ മുൻനിർത്തി അദ്ദേഹത്തെ ഈ ചടങ്ങിൽ നമ്മൾ ആദരിക്കുക കൂടിയാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് സാറാണ്. ജയരാജ് സാറ് നമ്മുടെ നിയമസഭയുടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും എപ്പോഴും നമ്മളെ പങ്കെടുക്കുകയും ഇവിടെ വന്ന് അതിലെല്ലാം സഹകരിക്കുകയും ചെയ്യുന്നതാണ്. ജയരാജ് സാറിനെ ഏറ്റവും ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിദഗ്ധ നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായിരുന്ന സണ്ണി ജോസഫ് സാറും അതുപോലെ സുമേഷ് സാറും എത്തിയിട്ടില്ല. ബാക്കി PS സുബാൽ സാർ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സാർ, മാത്യു T തോമസ് സാർ, തോമസ് K തോമസ് സാർ, ഡോക്ടർ ശ്രീ M രാജഗോപാലൻ എന്നിവരിവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഏറ്റവും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുൻ ലോ സെക്രട്ടറി ഇപ്പം മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള V ഹരിനായർ സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ നിയമവകുപ്പ് സെക്രട്ടറി KG സനൽകുമാർ സാർ എത്തിയിട്ടുണ്ട്. മുൻ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ സാർ എന്നിവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സമിതി അംഗമായിട്ടുള്ള ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. ജോർജ് ഓണക്കൂർ സാറിനെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റിന് ആദ്യം മുതൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി ജ്യോതി L ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഇത്രയും വാല്യങ്ങൾ പ്രകാശനം ചെയ്യുന്നതിനും അതിനുവേണ്ട പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്തത് ജ്യോതിയാണ്. ജ്യോതിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോജക്റ്റിൻ്റെ ഈ പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിയമവകുപ്പിലെയും സെക്രട്ടേറിയറ്റിലെയും നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും സ്പെഷ്യൽ സെക്രട്ടറിമാർ, അഡീഷണൽ സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥർ സഹകരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്, ജോയിൻറ്റ് സെക്രട്ടറിമാർ, മറ്റ് സഹപ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി മനോഹരൻ നായർ സാർ, ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി സന്തോഷ് കുമാർ സാർ, അതുപോലെ മറ്റ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി, അതുപോലെ മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ, സ്വാഗതം ആശംസിച്ച ശ്രീ ഷാജി C ബേബി, ഈ CID പരിഭാഷാ പ്രോജക്റ്റിൻ്റെ വിദഗ്ധ സമിതിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ NK ജയകുമാർ, ഡോക്ടർ N ജയരാജ് ചീഫ് വിപ്പ്, ശ്രീ PS സുബാൽ MLA, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ശ്രീ മാത്യു T തോമസ് MLA, ശ്രീ തോമസ് K തോമസ് MLA, ശ്രീ M രാജഗോപാൽ MLA, ശ്രീ V ഹരിനായർ, ശ്രീ KG സനൽകുമാർ, ഡോക്ടർ N കൃഷ്ണകുമാർ, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ NK ജയകുമാർ, ശ്രീമതി ജ്യോതി L, പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ സംബന്ധിച്ച മലയാള പരിഭാഷയുമായി ബന്ധപ്പെട്ട ആ പുസ്തക പ്രകാശന ചടങ്ങുകളുടെ 7ാം പതിപ്പ് ഇന്നിവിടെ വീണ്ടും പ്രകാശനം ചെയ്യുകയാണ്. നമ്മളെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരവസരം കൂടിയാണ്. മാത്രമല്ല നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അകവും പുറവും നല്ല ചൂടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാം ഇവിടെ ഇരിക്കുന്നത്.
അതെന്തു വന്നാലും ശരി, നമുക്ക് നമ്മുടെ ഭരണഘടനാ ഭേദഗതി ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ ഇപ്പോൾ പരാജയപ്പെട്ടത് നമ്മൾ തൊട്ടടുത്ത ദിവസമാണ് കണ്ടത്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഭരണഘടന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാവലാളാണ്. ഓരോ ഭാരതീയനും ഭരണഘടന ആഴത്തിലറിഞ്ഞ് അതിന് കാവൽ നിൽക്കേണ്ടുന്ന സമയം കൂടിയാണത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകളുടെ പരിഭാഷ ഏറ്റവും പ്രസക്തമാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്നാൽ ഭരണത്തിൻ്റെ ഘടന പറയുന്ന ഒരു രേഖ മാത്രമല്ല. ഏത് പ്രതിസന്ധികളിലും ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തിയുള്ള ഒരു ഊർജ്ജമാണ് ഭരണഘടന. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിലൂടെ നിലയിൽ വരുന്ന സർക്കാരുകൾ തന്നെ ഭരണഘടനയും അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന നിലപാടിലേക്ക് മാറുന്നു എന്നത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രനിർമ്മാണങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കും നേരുകൾക്കും ഒപ്പം നിൽക്കുക എന്നത് ഏതൊരു പൗരൻ്റെയും അനിവാര്യമായിട്ടുള്ള ചുമതലയാണ്. ഇന്ത്യൻ ഭരണഘടന കേവലമായ ഒരു നിയമ പുസ്തകമല്ല. ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയെ ജനാധിപത്യമായി പുനഃസംഘടിപ്പിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമുള്ള ഒരു തത്വസംഹിത കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന. ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള എല്ലാ ശബ്ദങ്ങളും ആശ്രയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ മാത്രമാണ്. ജനാധിപത്യത്തിൻ്റെ തത്വങ്ങൾ ജനസമൂഹത്തിലേക്ക് യഥാർത്ഥത്തിൽ നടപ്പാക്കപ്പെടുന്നത് നമ്മുടെ ഭരണഘടനയിലൂടെയാണ്. ഭരണഘടനയെക്കുറിച്ചുള്ള ഏതൊരു സംവാദവും അടിസ്ഥാനപരമായി അഭിമുഖീകരിക്കേണ്ടുന്നത് ഒരു പ്രശ്നമുണ്ട്. അത് ഇന്ത്യ എന്ന് നേരിടുന്ന രാഷ്ട്രീയമായ ഒരു ഇല്ലായ്മയാണ്. ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ അത്യന്താപേക്ഷിതമാണ്. ശക്തമായ രാഷ്ട്രീയ പ്രതിപക്ഷത്തിൻ്റെ അഭാവമാണ് ഇന്ന് ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. കോടതി മുറിയിലൂടെ വിപ്ലവവും ഭരണഘടനാ മൂല്യവും സംരക്ഷിക്കപ്പെടില്ല. ഭരണഘടനയുടെ ആമുഖം അതിൽ പറയുന്ന പോലെ നമ്മൾ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണ സംവിധാനം എന്നതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയും ഒരു വലിയ പരിധിവരെ സംഘടിതമായി സ്വാധീനിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകീകൃത സിവിൽ കോഡ്, പൗരത്വ നിയമം എന്നിവ സംബന്ധിച്ച് കോടതികളുടെ നിലപാടുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഭരണവർഗത്തോട് യോജിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു നിലപാട് നീതിന്യായ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ്. കൃത്യവും വ്യക്തവുമായ ആസൂത്രണത്തിലൂടെയും ഉണ്ടാക്കപ്പെടുന്ന വാർത്തകളുടെയും സൃഷ്ടിക്കപ്പെടുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരമൊരു നിലപാടിലേക്ക് നീതിന്യായ സംവിധാനത്തെ എത്തിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഭരണവർഗത്തിൻ്റെ തന്ത്രം. ഭരണഘടന ഔപചാരികമായി നിലനിൽക്കുമ്പോഴും അതിൻ്റെ സത്ത തകർക്കപ്പെടുകയാണ്. നിയമനിർമ്മാണം വഴി അത് നടക്കുന്നു. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. പാർലമെൻറ്റ്, നീതിപീഠം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുതലായ ഓരോ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളും കടന്നാക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു. അവ ദുർബലപ്പെടുത്തുന്നു. ഭരണഘടന ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ കാതലാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാകുന്നു. ഭരണഘടനാ നിർമ്മാതാക്കൾ ലോകത്തെ മിക്ക ആധുനിക ഭരണഘടനകളും പരിശോധിച്ചാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളും വ്യക്തമാക്കുന്ന മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളെയും
മൗലിക അവകാശങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന അവസ്ഥയാണ് ഇന്ന് നാം നേരിടുന്നത്. രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഒരു റിപ്പബ്ലിക്കിൻ്റെ പ്രധാന മൂല്യങ്ങളാണ് ബഹുസ്വരത, നാനാത്വം, മതേതരത്വം. ഇന്ന് ഇവയെല്ലാം തളർത്തപ്പെടുകയാണ് എന്ന് നമുക്കെല്ലാം ഇന്നത്തെ സാഹചര്യങ്ങൾ കൂടി കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. തുല്യനീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയുടെ അടിത്തറയിൽ കെട്ടിയുയർത്തിയതാണ് ഇന്ത്യൻ ഭരണഘടന. രാജ്യത്തിൻ്റെ പരമാധികാര സ്വാതന്ത്ര്യവും പൗരന്മാരുടെ അവകാശങ്ങളും ഇത് ഊട്ടിയുറപ്പിക്കുന്നു. ഭരണഘടന നിലവിൽ വന്ന് 7 പതിറ്റാണ്ടുകൾക്കപ്പുറം ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ്. മതത്തെയും വിദ്വേഷത്തെയും കൂട്ടിക്കലർത്തി ഭിന്നതയുടെയും അസ്വസ്ഥതയുടെയും വിത്തുകൾ ഭരണകൂടം തന്നെ വിതയ്ക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങളെ ഇല്ലാതാക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നു. പരമാധികാരം, സ്ഥിതി സമത്വം, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിന് മൂല്യച്യുതി സംഭവിക്കുമ്പോൾ പൊതുസമൂഹത്തിന് അത് നോക്കി നിൽക്കാൻ കഴിയില്ല. ജനാധിപത്യ അവകാശങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും കടുത്ത ആക്രമണങ്ങളെ നേരിടുന്നു. സർക്കാരിനോ അതിൻ്റെ നയങ്ങൾക്കോ എതിരായുള്ള വിമർശനങ്ങളെയെല്ലാം ദേശവിരുദ്ധമായി മുദ്രകുത്തപ്പെടുന്നു. സാമൂഹ്യ പ്രവർത്തകർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നിവർക്കെതിരെ UAPA, ദേശദ്രോഹം തുടങ്ങിയ കരിനിയമങ്ങൾ ചുമത്തി അവരെ നിശബ്ദരാക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യം എന്നതുപോലെ രാഷ്ട്ര സ്വാതന്ത്ര്യവും ദുർബലപ്പെടുത്തുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നും ഗൗരവമായി കാണേണ്ടതാണ്. രാജ്യം പ്രവർത്തിക്കാൻ അടിസ്ഥാനപരമായ നിയമസംഹിതയാണ് ഭരണഘടന. ഭരണഘടനാ ആശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിക്കുക എന്നതാണ് സുപ്രധാനമായ ഒന്നാണ്. വിദ്യാർത്ഥികളിൽ ഭരണഘടനയുടെ പൂർണ്ണ അവബോധം സൃഷ്ടിക്കാനും അന്തസ്സോടെ ജീവിക്കാനും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കുട്ടികൾക്ക് എത്തിക്കാനും നമുക്ക് കഴിയണം. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, കടമകൾ, മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പഠനകാലത്ത് തന്നെ കുട്ടികൾക്ക് ധാരണ ഉണ്ടാകണം. ഭരണഘടനാ സംരക്ഷണം നമ്മുടെ അനിവാര്യമായ കർത്തവ്യമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായ മതനിരപേക്ഷത, ജനാധിപത്യം, ബഹുസ്വരത എന്നിവ ദുർബലപ്പെടുത്തി ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കുന്നതിനുള്ള ശ്രമങ്ങളെ പ്രതിരോധിച്ചേ മതിയാകൂ. ഭരണഘടനയുടെ വായന, പ്രചാരണം എന്നിവയിലൂടെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാഷ്ട്രീയ ബോധം ഇതിനായി നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയണം. നമ്മുടെ രാജ്യത്ത് തീർച്ചയായും ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാനും മൂല്യങ്ങളെ മുറുകെ പിടിക്കാനും നമുക്ക് കഴിയണം. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഭരണഘടനയെ സ്വതന്ത്രമായി ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയത്തക്ക നിലയിൽ ഏറെ സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ കൊല്ലം ജില്ല ഭരണഘടനാ സാക്ഷരതയുള്ള ജില്ലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലയിലും അങ്ങനെ മാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇന്ന് നാം നേരിടുന്ന ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് തീർച്ചയായും നമുക്കെല്ലാം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, വേദിയിൽ നാം ഇന്ന് ആദരിക്കുന്ന നമ്മുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്കെല്ലാ പിന്തുണയും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഡോക്ടർ NK ജയകുമാർ, ഡെപ്യൂട്ടി ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, PS സുപാൽ, പ്രൊഫസർ അബീദ് ഹുസൈൻ തങ്ങൾ, മാത്യു ടി തോമസ്, തോമസ് K തോമസ്, M രാജഗോപാലൻ, ശ്രീ ഹരിനായർ, KG സനൽകുമാർ, കൃഷ്ണകുമാർ, ജോർജ് ഓണക്കൂർ, സ്വാഗതം പറഞ്ഞ ഷാജി C ബേബി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ അത് ഈ രാജ്യത്തൊരു സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ്.
എപ്രകാരമാണോ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചു, അതിൻ്റെ ലോഞ്ചിവിറ്റി എത്ര ദിവസമെടുത്താണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. 2 വർഷവും 11 മാസവും 7 ദിവസവുമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ, അതിനൊടുവിൽ ഭരണഘടന ഉണ്ടായത്. അതിൻ്റെ അതേ ഗൗരവത്തിൽ തന്നെയാണ് ഡോക്ടർ ജയകുമാർ നേതൃത്വം കൊടുക്കുന്ന ഈ കമ്മിറ്റി ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. ഒപ്പം നമ്മുടെ MLA-മാരുടെ സമിതിയും അതിൻ്റെ ഗൗരവത്തിൽ ഈ പ്രവർത്തനത്തെ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ചർച്ചകൾ ഈ രാജ്യത്ത് ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണെന്നുള്ള അഭിമാനത്തോടെ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ റെലവൻ്റായ, വളരെ പ്രസക്തമായ കാലത്താണ് നാം ഈ ചർച്ച നടത്തുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ വളരെ വലിയ ചർച്ചകളും സംവാദങ്ങളും നടന്നുവെങ്കിൽ, പക്ഷെ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ യാതൊരു ഗൗരവത്തിനുമല്ല ഭരണഘടനയെ കാണുന്നത്. അത് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, മെജോറിറ്റേറിയനിസം. ആ മെജോറിറ്റേറിയനിസം കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് നടപ്പിലാക്കും എന്ന അഹന്തയും അഹങ്കാരവുമാണ് ഈ രാജ്യത്തെ ഭരണാധികാരികളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങളെന്തും ചെയ്യും. പക്ഷേ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിച്ചാൽ നിങ്ങൾക്കത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദിവസമായിരുന്നു ഏപ്രിൽ മാസം 17-ാം തീയതി 2026. അതുകൊണ്ട് തന്നെ ഈ ദിനം 2026 ഏപ്രിൽ 17 സമകാലിക ഇന്ത്യൻ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുന്ന ഒരാൾക്ക് അത് വളരെ സുപ്രധാന ദിനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 12 വർഷമായി ഭരണഘടന അട്ടിമറിക്കാനും ഭരണഘടന ഇല്ലാതാക്കാനും ഒരു രാജ്യത്തെ ലിബറൽ ഡെമോക്രസി എന്നാണ് വിളിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ലിബറൽ ഡെമോക്രസി അല്ലേ, ഇല്ലിബറൽ ഡെമോക്രസിയാണ്. അതാണിപ്പോൾ രാജ്യം. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഏറെക്കാലം നിങ്ങൾക്ക് ഈ ഇല്ലിബറൽ ഡെമോക്രസി നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണവും ഉണ്ടായത് ഈ ഘട്ടത്തിൽ തന്നെയാണ്. ഹംഗേറിയിലെ ഇലക്ഷൻ മോഡിക്ക് സമാനമാണ്. മോഡിക്ക് എപ്രകാരമാണ്, ഹംഗേറിയൻ ഭരണാധികാരിക്ക് എപ്രകാരമാണ് തിരിച്ചടിയേറ്റത്, അതിന് സമാനമായ രീതിയിൽ തിരിച്ചടി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കും ഉണ്ടാകും. അത് വിദൂരമല്ല എന്ന് വിശ്വസിക്കുന്ന വളരെ ശുഭാപ്തി വിശ്വാസമുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് കാലം കുറച്ച് ക്ഷമാപൂർവ്വം ഞങ്ങൾ നിന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെ ഹംഗറിക്ക് സമാനമായി ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാലം വിദൂരമല്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഭരണഘടനയെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചയും സംവാദങ്ങളും നടന്ന സ്ഥലമാണിത്. ഇവിടെ ഇപ്പോൾ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഒരു ഒളിച്ചു കടത്താൻ ശ്രമം നടത്തി, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സ്ത്രീ സംവരണം എന്നാണ്, നാരീശക്തി വന്ദൻ പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് വലിയ സന്തോഷം. ഞങ്ങൾക്ക് 50%, 33% സംവരണം കിട്ടി, നിങ്ങളെന്തിന് തീർക്കേണ്ട കാര്യം? ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ സ്ത്രീകളോട് ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിയമവും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓൾറെഡി നിയമമുണ്ട്. 2023 106 ഭരണഘടനാ ഭേദഗതിയും 334A കൃത്യമായി നടപ്പിലാക്കിയാൽ അത് യാഥാർത്ഥ്യമാക്കാൻ ഈ രാജ്യത്തെ ഭരണകക്ഷിക്ക് എല്ലാ പിന്തുണയും പ്രതിപക്ഷ പാർട്ടികൾ നൽകിയതാണ്. സ്ത്രീ റിസർവേഷൻ, വിമൻ റിസർവേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പാണ്. യുനാനിമസ് ആയാണ് രാജ്യത്തെ ലോക്സഭയും രാജ്യസഭയും നിയമം പാസ്സാക്കിയത്. അപ്പോൾ ലക്ഷ്യം സ്ത്രീ സംവരണമല്ല, ലക്ഷ്യം ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അതിനെ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിച്ചു. അതുകൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താ അതിന് പരിഹാരം? 850 ആയിക്കോട്ടെ. എന്തിന് 850? 1000 തന്നെ ആയിക്കോട്ടെ. ഇതെങ്ങനെ 850 നമ്പർ? എത്രമാത്രം ഗൗരവമില്ലാതെയാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ ലോക്സഭയെ കണ്ടതിന് ഉദാഹരണം. 850 ആക്കാം. എന്താ 850 മാനദണ്ഡം എന്നാ? 815 സ്റ്റേറ്റ്സിൽ നിന്നും 35 UT നിന്നും.
ഇതെങ്ങനെയാണ് ചേരുക സഭ? നിങ്ങൾക്ക് 850 പേരെ തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ സഭ ചേരണം നിർബന്ധമില്ലേ? ഈ 850 പേരെ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ സഭ നടത്തിക്കൊണ്ടു പോവുക? ഈ 850 പേർക്ക് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുമോ? നേരത്തെ 100-ലധികം ദിവസം സമ്മേളനം ചേർന്നിരുന്നുവെങ്കിൽ ഇത് 50-ൽ ചുവടിലേക്ക് മാറുന്നു. അതായത് ജനാധിപത്യത്തിൽ സമ്മേളനങ്ങളെയൊന്നും, ലോകസഭാ സമ്മേളനങ്ങളെയൊന്നും പാർലമെൻറ്റ് സമ്മേളനങ്ങളെ ഗൗരവമായി ഞങ്ങൾ കാണുന്നില്ല. ഇനി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പാർലമെൻറ്റ് സമ്മേളനം തന്നെ ചേരുമോ എന്ന ആശങ്ക എനിക്കുണ്ട്. അത് എന്തിനാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. നിങ്ങളെ ഞങ്ങൾ MP ആക്കിയിട്ട് അവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് ആനുകൂല്യം തന്നോളൂ, നിങ്ങളുടെ പെൻഷൻ ഞങ്ങൾ തന്നോളാം, നിങ്ങളുടെ ശമ്പളം ഞങ്ങൾ തന്നോളാം, നിങ്ങൾക്ക് MP ലാഡ്സ് ഫണ്ട് അതും ഞങ്ങൾ തന്നോളാം. പക്ഷേ സഭയൊന്നും ചേരാൻ പറ്റില്ല. ആ രീതിയിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ടാണ് വളരെ ഗൗരവമില്ലാതെ ഞങ്ങൾ 850 പേരെ ഇൻക്ലൂഡ് ചെയ്യിക്കാം, 50% ഇപ്പുറത്തും കുട്ടിക്ക് 50%. ഞങ്ങൾ ഇതൊരു നാട്ടിലെ തർക്കത്തിന് മധ്യസ്ഥം പറയുന്ന പോലെയാണ്. നാട്ടിൽ തർക്കം ഉണ്ടാവില്ല, തർക്കം ഉണ്ടാവും മധ്യ. ശരി, ഒരു കാര്യം ചെയ്യാം, നീയും പോയിട്ട് കുറച്ച് വിട്ടുവീഴ്ച, ഞാനും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാം. ഇതാണോ, ഇങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ജനാധിപത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് അംഗബലം കുറിച്ച് ചർച്ച ചെയ്യുമ്പം ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും 50% വെച്ച് കൂട്ടാം. ഇങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? എത്ര ഗൗരവമില്ലാതെയാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ലോകസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും 50 വെച്ച് തരാം. ഇത് DA കൊടുക്കലാണോ? അല്ലല്ലോ. ബോണസ് ഫണ്ട് ചർച്ച ചെയ്യണോ? അല്ലല്ലോ. ബോണസ് ഫണ്ടിനെ കുറിച്ചോ DA കുറിച്ചല്ല പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നത്. പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നത് ആ പാർലമെൻറ്റിലെ അംഗങ്ങൾ എത്രയായിരിക്കണം, അതിൽ എത്ര ശതമാനം സ്ത്രീകൾ വേണം. അത് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം, 50% ഇങ്ങൾക്കും കൂട്ടിത്തരാം, 50% ഞങ്ങൾക്കും കൂട്ടിത്തരാം, പ്രശ്നം തീർക്ക്. സൗത്തിന് 50% വരും, നോർത്തിന് 50%. അപ്പം ഇങ്ങനെ ഗൗരവമില്ലാതെ കാണുന്നവരുടെ മുഖത്തേറ്റ് അടിയായിരുന്നു അവർ കൊണ്ടുവന്ന ആ ബില്ല് പരാജയപ്പെട്ടത്. അതൊരിക്കലും സ്ത്രീ വിരുദ്ധമല്ല. സ്ത്രീകളുടെ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ 2023 പാസ്സാക്കിയ നിയമം തന്നെ നടപ്പിലാക്കിയാൽ മതി. 2023 106 ഭരണഘടനാ ഭേദഗതിയും 334A ഇൻക്ലൂഡ് ചെയ്ത കാര്യവും നടപ്പിലാക്കിയാൽ മതി. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തുന്ന പ്രകാശനം ചെയ്യുമ്പം ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഗൗരവമുണ്ട് എന്നുള്ളതാണ്. കാരണം പുതിയ തലമുറ അറിയണം എത്ര സീരിയസ് ആയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്ക് പാരലലായി ഒരു ഭാഗത്ത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ വളരെ നിസ്സാരമായി ഒരു പപ്പടം കാച്ചുന്ന ഗൗരവത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പം മറുഭാഗത്ത് എത്ര ഗൗരവത്തിലാണ് നമ്മുടെ പ്രിഡിസിസേഴ്സ്, നമ്മുടെ പൂർവ്വസൂരികൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയതെന്ന പുതിയ തലമുറയെ പഠിപ്പിക്കാൻ നാം നിർബന്ധിതമാവണം. അല്ലെങ്കിൽ ഇതെല്ലാം ഈ സിസ്റ്റം തന്നെ അട്ടിമറിക്കപ്പെട്ടു പോകും. പക്ഷെ അവിടെയും റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ കിരണങ്ങളുണ്ട്. നിങ്ങൾ എന്ത് നടപ്പിലാക്കിയാലും അതിനെ പിന്തുണക്കാൻ ഈ നാട് തയ്യാറല്ല. നിങ്ങൾ ഏകപക്ഷീയമായി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിനെതിരാണ് ഞങ്ങൾ എന്ന് വിയോജിപ്പുകളും ഏറ്റുമുട്ടലുകളും പല ഘട്ടത്തിലും നടത്തിയ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ചു. അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഏറെക്കാലം ഈ ഏകാധിപതികൾക്ക് ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിരവധി പേരുടെ കണ്ണുനീരും ചോരയും ചാലിച്ചെഴുതിയ അവരുടെ മഷിത്തുള്ളികൾ നിരവധിയുടെ കണ്ണീരും രക്തവും ചോരയും കലർന്ന മഷിത്തുള്ളികളാണ്. അതുകൊണ്ട് എഴുതിയ ഭരണഘടന അട്ടിമറിക്കാൻ ഒരു ശക്തിയും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നടന്നത്. സെഷൻ സൈനഡായി പോവുകയാണ്. പിന്നെ പെട്ടെന്നൊരു സെഷൻ കോൾ ഫോർ. എന്താ ആവശ്യം? അതിൻ്റെ കാലാവധി തീരുന്നില്ലല്ലോ. നിങ്ങൾ ഒരു ഭാഗത്ത് ബജറ്റ് സെഷൻ വിളിക്കുന്നു, ആ ബജറ്റ് സെഷന് ശേഷം സൈനഡായി സഭ പിരിയുന്നു, പിന്നീട് വീണ്ടും സമൻ ചെയ്ത് തിരിച്ചു വിളിക്കുന്നു. അതിൻ്റെ ഗൗരവം എന്താ? അവിടെയാണ് നിങ്ങളുടെ അജണ്ട. സ്റ്റേറ്റ് ഇലക്ഷനിൽ നിങ്ങൾക്ക് സ്വാധീനമില്ലാത്തിടത്ത് 2 സംസ്ഥാനങ്ങൾ ഇലക്ഷൻ നടക്കുമ്പം അവിടുത്തെ MP-മാരെ കൂട്ടത്തോടെ ഇങ്ങോട്ട് വരുത്തണം. അവിടെ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കാൻ പാടില്ല. തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ ബംഗാളിലെയും ഇലക്ഷൻ, ആ ഇലക്ഷൻ നടക്കുമ്പം അവിടുത്തെ MP-മാരെ നിങ്ങളുടെ അജണ്ട ഒന്നായിരുന്നു. ഒന്നുകിൽ അവിടുത്തെ ഇലക്ഷൻ സാബോട്ടേജ് ചെയ്യാൻ, അവരാരും ഇങ്ങോട്ട് വരാതിരിക്കുക, അല്ലെങ്കിൽ അവർ വരാതിരുന്നാൽ ഇവിടുത്തെ നമുക്ക് എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാൻ. ഇതായിരുന്നു. ഇത് രണ്ടും പരാജയപ്പെടുത്തി ജനങ്ങൾ. അതുകൊണ്ട് നിരാശയുടെ യാതൊരു അടിസ്ഥാനവുമില്ല. പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് നാം കാണുന്നത്. ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാൽ മെജോറിറ്റേറിയനിസം കൊണ്ട്, ഭൂരിപക്ഷം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മഹിതമായ
ഭരണഘടന അട്ടിമറിക്കാൻ ആര് ശ്രമിച്ചാലും അവരുടെ കൂടെയല്ല ഈ രാജ്യത്തെ ജനങ്ങളെന്ന് പ്രഖ്യാപനമാണ് നടത്തിയത്. ഒരു ഭാഗത്ത് സ്ത്രീകളുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നവർ മനസ്സിലാക്കണം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് 12 വർഷക്കാലമാണ്. പോയ 12 വർഷക്കാലം. ഗുസ്തി താരങ്ങളോട് നിങ്ങൾ നീതി പുലർത്തിയോ? ബലാത്സംഗ വീരന്മാരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയില്ലേ? അതിനെതിരെ എന്തെങ്കിലും ഒരു ചെറു അക്ഷരമിണ്ടാൻ ഈ രാജ്യത്തെ ഭരണാധികാരികൾ തയ്യാറായോ? അവിടെയാണ് നിങ്ങളുടെ ഹിപ്പോക്രസി ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഹിപ്പോക്രൈറ്റ്സുകളെ, ആത്മവഞ്ചകന്മാരെ ജനം തിരിച്ചറിയും. അവരെ ചരിത്രത്തിൽ നിന്നും പുറന്തള്ളുന്ന കാലം വിദൂരമല്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ സംവാദങ്ങൾ, ഡിബേറ്റുകൾ അത് മലയാളീകരിക്കാൻ ഞങ്ങൾക്കെല്ലാ പിന്തുണയും പിൻബലവും നൽകിയ ആ കമ്മിറ്റി അംഗങ്ങളോടെല്ലാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നന്ദി ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകളുടെ മലയാള പരിഭാഷ വാല്യം 7 പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി സർ. ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകളുടെ മലയാള പരിഭാഷാ പ്രോജക്റ്റിൻ്റെ വിദഗ്ധ സമിതി ചെയർമാൻ ഡോക്ടർ NK ജയകുമാറിനുള്ള ആദരമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിനും പ്രശംസാപത്രം നൽകുന്നതിനുമായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ NK ജയകുമാർ സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾക്കുള്ള പ്രശംസാപത്രങ്ങളുടെ വിതരണമാണ്. പ്രശംസാപത്രം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെയും ക്ഷണിക്കുന്നു. ആദ്യമായി എഡിറ്റോറിയൽ ബോർഡ് അംഗമായ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റിയം ഗോപകുമാർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സാർ. അടുത്തതായി ബഹുമാനപ്പെട്ട MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സാർ. ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു T തോമസ് സാർ. ബഹുമാനപ്പെട്ട MLA ശ്രീ M രാജഗോപാലൻ സാർ. ബഹുമാനപ്പെട്ട MLA ശ്രീ PS സുബാൽ സർ. ബഹുമാനപ്പെട്ട MLA ശ്രീ തോമസ് K തോമസ് സർ. ബഹുമാനപ്പെട്ട നിയമവകുപ്പ് സെക്രട്ടറി ശ്രീ KG സനൽകുമാർ. അടുത്തതായി ഈ പ്രോജക്റ്റിൽ പ്രവർത്തിച്ച നിയമവകുപ്പിലെയും നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും മുൻ സെക്രട്ടറിമാർക്കുള്ള പ്രശംസാപത്രങ്ങളുടെ വിതരണമാണ്. പ്രശംസാപത്രം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ആദ്യമായി ബഹുമാനപ്പെട്ട മുൻ നിയമവകുപ്പ് സെക്രട്ടറി ശ്രീ V ഹരിനായർ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്നു. അടുത്തതായി മുൻ നിയമസഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ SV ഉണ്ണികൃഷ്ണൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രജിസ്ട്രാറായി നിലവിൽ സേവനമനുഷ്ഠിക്കുന്നു. അടുത്തതായി മുൻ നിയമസഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ N കൃഷ്ണകുമാർ സാറിനെ ക്ഷണിക്കുന്നു.
അടുത്തതായി വിദഗ്ധ സമിതി അംഗങ്ങൾക്കുള്ള പ്രശംസാപത്രങ്ങളുടെ വിതരണമാണ്. പ്രശംസാപത്രം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറിനെ ക്ഷണിക്കുന്നു. വിദഗ്ധ സമിതി കോർ കമ്മിറ്റി അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ജോർജ് ഓണക്കൂർ, മുൻ മലയാള വിഭാഗം മേധാവി, മാർ ഇവാനിയസ് കോളേജ്. ഡോക്ടർ കെ ഗോപകുമാർ, മുൻ അസോസിയേറ്റ് പ്രൊഫസർ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ശ്രീ കെ സി മോഹനകുമാർ സർ, ശ്രീ കെ ഗോപകുമാർ സർ. ശ്രീ കെ സി മോഹനകുമാർ സർ, ഡോക്ടർ ജി സദാശിവൻ നായർ സർ, ഡോക്ടർ കെ സി മോഹനകുമാർ സർ, ശ്രീ കെ ശശിധരൻ നായർ സർ, ഡോക്ടർ ജി സദാശിവൻ നായർ സർ, ഡോക്ടർ ആർ ശിവകുമാർ സർ, ശ്രീ കെ ശശിധരൻ നായർ, മുൻ ജില്ലാ ജഡ്ജിയും മുൻ നിയമവകുപ്പ് സെക്രട്ടറിയുമാണ് അദ്ദേഹം. ഡോക്ടർ ആർ ശിവകുമാർ സർ, ഭരണഭാഷാ വിദഗ്ധൻ, ഔദ്യോഗിക ഭരണ പരിഷ്കാര വകുപ്പ്, ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ്. അടുത്തതായി വിദഗ്ധ സമിതിയിലെ മറ്റംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങളെ ക്ഷണിക്കുന്നത്. ആദ്യമായി ശ്രീമതി അച്ചാമ കെ എ, ജോയിൻറ്റ് സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ഡോക്ടർ ആശാലത, എഴുത്തുകാരിയും ഭാഷാ വിദഗ്ധയുമാണ്. ശ്രീമതി അച്ചാമ കെ എ, ജോയിൻറ്റ് സെക്രട്ടറി റിട്ടയർഡ്. ഡോക്ടർ ആശാലത. ശ്രീ പി ഡി ധർമ്മരാജ്. ഡോക്ടർ ആശാലത, എഴുത്തുകാരിയും ഭാഷാ വിദഗ്ധയുമാണ്. ശ്രീ പി ഡി ധർമ്മരാജ്, റിട്ടയർഡ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ്. ശ്രീ എം വി ജോർജ്, റിട്ടയർഡ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ്. ശ്രീ പി ഡി ധർമ്മരാജ്, റിട്ടയർഡ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ്. ശ്രീമതി ഗിരിജാദേവി എസ്, സ്പെഷ്യൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമവകുപ്പ്. ശ്രീമതി കാമല ബി വി എൻ, ജോയിൻറ്റ് സെക്രട്ടറി, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീമതി ഗിരിജാദേവി എസ്, സ്പെഷ്യൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമവകുപ്പ്. ശ്രീമതി കാമല ബി വി എൻ, ജോയിൻറ്റ് സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീ കിഷോർ കുമാർ ആർ, സ്പെഷ്യൽ സെക്രട്ടറി, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീമതി മേരി പി പി, അഡീഷണൽ ലോ സെക്രട്ടറി, റിട്ടയർഡ്, നിയമവകുപ്പ്. ശ്രീമതി കാമല ബി വി എൻ, ജോയിൻറ്റ് സെക്രട്ടറി. ശ്രീ കെ മോഹൻദാസ്, സ്പെഷ്യൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീ കിഷോർ കുമാർ ആർ, സ്പെഷ്യൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീമതി മേരി പി പി, അഡീഷണൽ ലോ സെക്രട്ടറി, റിട്ടയർഡ്, നിയമവകുപ്പ്. ശ്രീ എൻ മൂസക്കുട്ടി, ഭാഷാ വിദഗ്ധൻ. ശ്രീമതി ഒലീന എസ് തമ്പി, അഡീഷണൽ ലോ സെക്രട്ടറി, റിട്ടയർഡ്, നിയമവകുപ്പ്. ശ്രീ കെ മോഹൻദാസ്, സ്പെഷ്യൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ഡോക്ടർ പ്രിയ കെ നായർ, അസോസിയേറ്റ് പ്രൊഫസർ, സെൻറ്റ് തെരേസാസ് കോളേജ്. പ്രൊഫസർ ടി പി രാജലക്ഷ്മി, പ്രിൻസിപ്പൽ ഭവൻസ്. എൻ എ പൽക്കിവാല അക്കാഡമി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ശ്രീമതി ഒലീന എസ് തമ്പി, അഡീഷണൽ ലോ സെക്രട്ടറി റിട്ടയർഡ്, നിയമവകുപ്പ്. ശ്രീമതി രാധിക പി ബി, സ്പെഷ്യൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമവകുപ്പ്. പ്രൊഫസർ ടി പി രാജലക്ഷ്മി, പ്രിൻസിപ്പൽ ഭവൻസ്, എൻ എ പൽക്കിവാല അക്കാഡമി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ശ്രീ ബി കെ രാജഗോപാലൻ നായർ, മുൻ പ്രിൻസിപ്പൽ ഡയറ്റ്, കൊട്ടാരക്കര. ശ്രീമതി രാധിക പി, സ്പെഷ്യൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമവകുപ്പ്. ശ്രീമതി റീത്ത ഉണ്ണികൃഷ്ണൻ, മുൻ പ്രിൻസിപ്പൽ, ഗവൺമെൻറ് ലോ കോളേജ്, തൃശ്ശൂർ. ശ്രീ സുരേഷ് ചന്ദ്രൻ എസ്, അഡീഷണൽ ലോ സെക്രട്ടറി, നിയമവകുപ്പ്. ശ്രീ സുശീൽ കുമാർ, ജോയിൻറ്റ് സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീ എസ് തുളസീധരൻ, അഡീഷണൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീ സുരേഷ് ചന്ദ്രൻ എസ്, അഡീഷണൽ ലോ സെക്രട്ടറി റിട്ടയർഡ്, നിയമവകുപ്പ്.
ശ്രീ സി സുശീൽ കുമാർ, ജോയിൻറ്റ് സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീ തോമസ് ചെട്ടുപറമ്പിൽ, അഡീഷണൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീ എസ് തുളസീധരൻ, അഡീഷണൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. ശ്രീ തോമസ് ചെട്ടുപറമ്പിൽ, അഡീഷണൽ സെക്രട്ടറി റിട്ടയർഡ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്. അടുത്തതായി ഈ പരിഭാഷാ പ്രോജക്റ്റിൽ സംസ്കൃതം ഉറുദു ഭാഷാ വിദഗ്ധരായ അംഗങ്ങൾക്കുള്ള പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് വിതരണമാണ്. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി കേരള യൂണിവേഴ്സിറ്റി സംസ്കൃത വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഉഷ രാജവാര്യരെ ക്ഷണിക്കുന്നു. ഡോക്ടർ പ്രൊഫസർ ഉഷ രാജവാര്യർ. അടുത്തതായി ഉറുദു ഭാഷാ വിദഗ്ധൻ ഡോക്ടർ PK അബ്ദുൽ ഹമീദ് കാരശ്ശേരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ PK അബ്ദുൽ ഹമീദ് കാരശ്ശേരി. മുഖ്യ പ്രഭാഷണത്തിനായി എഡിറ്റോറിയൽ ബോർഡ് അംഗം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജനെ ക്ഷണിക്കുന്നു. സമാരാധനായ യോഗാധ്യക്ഷൻ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോകുമാർ അവറുകൾ, നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീ AN ഷംസീർ അവറുകൾ, സ്വാഗതാശംസ ശ്രീ ഷാജി C ബേബി, നമ്മുടെ സെക്രട്ടറി ഇൻചാർജ്, വിദഗ്ധസമിതിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ഡോക്ടർ NK ജയകുമാർ സാർ അവറുകൾ, വേദിയിലെ നമ്മളോടൊപ്പമുള്ള നമ്മുടെ ജനപ്രതിനിധികൾ ശ്രീ PS സുപാൽ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അവറുകൾ, ശ്രീ മാത്യു T തോമസ് അവറുകൾ, ശ്രീ തോമസ് K തോമസ് അവറുകൾ, ശ്രീ M രാജഗോപാൽ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ശ്രീ B ഹരിനായർ അവറുകൾ, നിയമവകുപ്പ് സെക്രട്ടറി ശ്രീ KG സനൽകുമാർ, മുൻ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ അവറുകൾ, ബഹുമാനായ ജോർജ് ഓണക്കൂർ സാറ്, ശ്രീമതി ജ്യോതി L ഉൾപ്പെടെയുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റേറെ പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഈ പ്രശംസാപത്രങ്ങൾ ഏറ്റുവാങ്ങിയ വിദഗ്ധ സമിതിയിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ, നിയമസഭയിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയേറെ അഭിമാനകരമായൊരു നിമിഷത്തിലാണ് നമ്മൾ. ഇത്തരമൊരു ചടങ്ങിന് സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരമൊരു പരിപാടി മനോഹരമായി സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറെയും അതോടൊപ്പം തന്നെ നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ദൗത്യമാണ്. ഒരുപക്ഷേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനവും നിയമസഭയും ഏറ്റെടുത്ത വലിയ ദൗത്യം, അതതിൻ്റെ പരിപൂർണമായൊരു സമാപ്തിയോടടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ 7ാമത്തെ വോളിയം കൂടി ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയും മറ്റ് 3 വോളിയങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നതോടെ ഒരു വലിയ ദൗത്യമാണ്. ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപക്ഷെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും വളരെ ബൃഹത്തായ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണ സഭയിലെ ഡിസ്കഷൻസ് സ്വാഭാവികമായി തന്നെ അവർക്ക് പ്രാപ്യമാക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ അത് സ്വന്തം ഭാഷയിലെ മലയാള ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ നിയമസഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്താനിടയായപ്പോൾ അവരുടെയൊക്കെ മനസ്സിലൂടെയും ആശയങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളുടെയും ദർശനങ്ങളിലൂടെയും കടന്നുപോയത് എന്നുള്ളത് വളരെ കൃത്യമായി അതിൻ്റെ അന്തർധാരയെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രക്രിയയുടെ നമ്മുടെ ഈ ചർച്ചകളുടെ ഒരു മലയാള പരിഭാഷ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും സൂചിപ്പിച്ചതുപോലെ ഇത് വരുന്ന ഭാവി തലമുറയ്ക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതോടൊപ്പം തന്നെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഏറെ നിയമസഭാ സാമാജികർക്കുൾപ്പെടെ ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തത്.
എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്ന ഒരുപക്ഷെ പലപ്പോഴും മാതൃകയായി മാറുന്ന കേരള നിയമസഭ ഈ ഒരു വലിയ മാതൃക കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നമുക്കൊക്കെ ഏറെ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ഇവിടെ വളരെ വിശദമായി തന്നെ സമകാലീന കാലഘട്ടത്തിൽ വർത്തമാനകാലത്തിൻ്റെ ഒരുപാട് നൈരന്തര്യങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ, ഭരണഘടന വെല്ലുവിളികൾ നേരിടുന്നൊരു കാലഘട്ടത്തിൽ എന്താണ് ഭരണഘടനയുടെ ആത്യന്തികമായ സ്പിരിറ്റ് എന്നും അതിൻ്റെ അടിസ്ഥാനപരമായ ആ ഒരു ദർശനാത്മകമായ കാഴ്ചപ്പാട് എന്തായിരുന്നു ഈ ഭരണഘടനാ ശില്പികൾ മുൻപോട്ട് വെച്ചത് എന്നുള്ളതും ഒരുപക്ഷെ ഭരണഘടന മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിൻ്റെ ചർച്ചകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭരണഘടന രൂപപ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആ സാമൂഹിക സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്തെമ്പാടും ഉണ്ടായി എങ്കിൽ പോലും എത്രയോ ദീർഘവീക്ഷണമായിരുന്നു സത്യത്തിൽ ഈ ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നു. കാരണം വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയപരവും ധനകാര്യപരവും അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായ ഒരുപാട് പ്രതിസന്ധികളെ വളരെ നേരത്തെ തന്നെ ഉൾക്കാഴ്ചയോടെ കാണാൻ കഴിയുകയും അതോടൊക്കെ തന്നെ പ്രതിരോധത്തിൻ്റേതായ കൃത്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും അതിനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെയുള്ള പരിരക്ഷകളുമൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ രാജ്യത്തെയും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു പ്രകാശന വേളയിൽ പൂർവ്വസൂരികളായ അവരെയൊക്കെ തന്നെ ഈ കാര്യത്തിൽ വളരെയേറെ കൃതജ്ഞതാപൂർവ്വം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നത് വളരെ വൈകിയൊരു വേളയാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന. ആത്മാവിൻ്റെ സ്പന്ദനമാണ് യഥാർത്ഥത്തിൽ മറ്റെല്ലാ തലങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ കഴിയുന്നു, അറിയാൻ കഴിയുന്നു, അനുഭവിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ പൂർണ്ണമായ ആ സ്പന്ദനം, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എന്താണോ ഈ ഭരണഘടനാ ശില്പികളായ നമ്മുടെ പൂർവികന്മാർ അതെന്താണോ അതിൽ നിബന്ധിച്ചിരിക്കുന്നത് അത് തീർച്ചയായും കാത്തുസൂക്ഷിക്കുവാനും അതിൻ്റെ ഓജസ്സും തേജസ്സും ഭംഗിയും സൗന്ദര്യവും എല്ലാം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും നമുക്കെല്ലാം ബാധ്യതയുണ്ട്. അത് വരും കാലത്തിൻ്റെയും പ്രധാനപ്പെട്ട ദൗത്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഈ ഒരു ചർച്ചയുടെ ഈ മലയാള പരിഭാഷയിലൂടെ കേരളീയ സമൂഹത്തിന് കേരള നിയമസഭ സംഭാവന ചെയ്യുന്നത്. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും, എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിദഗ്ധ സമിതി അംഗങ്ങളെയും, നമ്മുടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരള നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ നേതൃത്വപരമായ പങ്ക് നിർവഹിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഓർത്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള ഏറെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി എഡിറ്റോറിയൽ ബോർഡ് അംഗം ബഹുമാനപ്പെട്ട MLA ശ്രീ PS സുബാലിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, ബഹുമാന്യനായിട്ടുള്ള ഉദ്ഘാടകൻ പ്രിയങ്കരനായിട്ടുള്ള സ്പീക്കർ ശ്രീ AN ഷംസീർ, മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ N ജയരാജ്, ഗവൺമെൻറ് ചീഫ് വിപ്പ്, സ്വാഗതം പറഞ്ഞ ശ്രീ ഷാജി C ബേബി, ജയകുമാർ സാറ്, വേദിയിലുള്ള ബഹുമാന്യരായിട്ടുള്ള MLAമാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരള നിയമസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നിരവധിയായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിച്ച ഒരു നിയമസഭയാണ്. ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി ഒട്ടേറെ മികച്ച നിയമങ്ങൾ നമ്മുടെ കേരള നിയമസഭ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പുതിയ ചരിത്രം കൂടി നമ്മുടെ നിയമസഭ സൃഷ്ടിക്കുകയാണ്. രാജ്യത്താദ്യമായിട്ടാണ് ഒരു പ്രാദേശിക ഭാഷയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ പരിഭാഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന് മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറെയും അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ മഹനീയ സംരംഭത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഏറ്റവും വലിയ ഭരണഘടനയുമാണ് നമ്മുടെ ഭരണഘടന. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കുകയും 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയുണ്ടായി. ഇന്ത്യയിലെ ഓരോ വ്യക്തിയും രാജ്യത്തെ എല്ലാ അവകാശങ്ങളുമുള്ള പൗരന്മാരായി മാറുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത സംസ്കാരം പേറുന്നവർ, അങ്ങനെയുള്ള വൈവിധ്യമുള്ള നമ്മുടെ രാജ്യത്ത് ജനങ്ങളെയെല്ലാം ഒന്നിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഭരണഘടനകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനയാണ് നമ്മുടേത്. ഏറ്റവും മികച്ച ഭരണാധികാരികൾ കൈകാര്യം ചെയ്താൽ അത് മഹത്തരമാണ്, അല്ലെങ്കിൽ അത് ദോഷമാകും. മതത്തിനുമേൽ രാഷ്ട്രത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഭരണക്രമം ആണ് ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. എന്നാൽ എന്ന് രാഷ്ട്രത്തിനുമേൽ മതം പ്രതിഷ്ഠിക്കുന്നുവോ അന്ന് ഈ ഭരണഘടന അസ്ഥിരമാക്കപ്പെടും. രാഷ്ട്രത്തിനുമേൽ മതം പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ഇവിടെയാണ് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഗൗരവമായി ഉയർന്നു വരേണ്ടത്. അതിന് വഴിയൊരുക്കുന്ന ചരിത്രപരമായ നീക്കമാണ് ഈ സംരംഭം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്യത്ത് ഏറ്റവും ഒടുവിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ആ ഒരു വളരെ ദുരുദ്ദേശപരമായ നീക്കത്തെ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തി തന്നെ പ്രതിരോധിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ രാജ്യം പൊരുതി നേടിയ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി മാറേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അഭിവാദനങ്ങൾ. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി എഡിറ്റോറിയൽ ബോർഡ് അംഗം ബഹുമാനപ്പെട്ട MLA ശ്രീ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ചിറ്റയം ഗോപകുമാർ, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ഷംസീദ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ മലയാളീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. ഇതിന് വഴിയൊരുക്കുകയും സമയമുണ്ടാക്കുകയും ചെയ്ത, സന്ദർഭമൊരുക്കുകയും ചെയ്ത നിയമസഭാ സെക്രട്ടേറിയറ്റിലെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സ്പീക്കറെയും അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്, എല്ലാ സന്തോഷവും പങ്കിടുകയാണ്. 1960 കാലഘട്ടങ്ങളിൽ തന്നെ പരിഭാഷകൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാധാരണക്കാരിലേക്ക് എത്തപ്പെടാറില്ല. ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡ് ലോകത്താകമാനം എല്ലാവരും അവർക്ക് അവരുടേതായ മാതൃഭാഷയിൽ ഇടപെടാനും ചർച്ചകളിൽ പങ്കെടുക്കാനും വിശകലനം നടത്താനുമൊക്കെ ഉണ്ടാക്കണം എന്ന ഒരു തരത്തിലൂടെയുള്ള പുതിയ ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ് നിലവിലുള്ളത്. അത്തരമൊരു സന്ദർഭത്തിലാണ് കേരളത്തിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചർച്ചകൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് പ്രാപ്യമായ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നതാണ് ശ്ലാഘനീയമായ കാര്യം. ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതാണ്. നമ്മളെല്ലാവരും നോക്കിക്കാണുന്നതും നമ്മളെവരും അതിനെ ഭാവിക്കുന്നതും
അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രയാസങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ പ്രിയപ്പെട്ട അധ്യക്ഷനും ഉദ്ഘാടകനുമൊക്കെ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനെ തടുക്കാനും അതിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ എങ്ങനെ എതിർക്കാനും കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് സ്വന്തം ഭാഷയിലാകുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അവബോധമുണ്ടാകുമ്പോൾ അത് കൂടുതൽ പ്രയോജനപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല. മൗലികാവകാശവും കടമയും എന്നതൊക്കെ സ്വന്തം ഭാഷയിൽ തന്നെ പ്രകടിപ്പിക്കാൻ കഴിയാവുന്ന തരത്തിൽ തങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് കൂടുതൽ ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് എന്നതും നമുക്കറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം മതേതരത്വവും സ്വാതന്ത്ര്യവും സമത്വവുമൊക്കെ നമ്മളുടേതായ ഭാഷയിൽ അറിയുകയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഭരണഘടന എന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കിട്ടാവുന്ന അവകാശങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും അവർക്ക് അതനുസരിച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ചൂഷണത്തിനും അനീതിക്കുമെതിരെ ശബ്ദിക്കാനുള്ള ഒരു കഴിവ് ഈ മലയാളീകരണത്തിലൂടെ സാധ്യമാകും എന്നതും നമുക്ക് ഗുണകരമാണ്. ജനാധിപത്യം താഴെത്തട്ടിലേക്ക് എത്തുക എന്നത് സുപ്രധാനമായ ഘടകമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് പലയിടത്തും പലപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണഘടനാ പരിഭാഷയിലൂടെ ജനാധിപത്യത്തിൻ്റെ അർത്ഥതലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ ഭരണവികാസത്തിനും അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ശക്തിപ്പെടുത്തലുകളിനും അത് ഗുണകരമാകും എന്നതിനും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം ഒരു വിവർത്തന പ്രക്രിയ എന്നതിനപ്പുറത്ത് ഇതൊരു ജനകീയ മുന്നേറ്റമായി ഞാൻ കാണുന്നു. ആ ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സ്പീക്കറെയും അതിനോടനുബന്ധിച്ചുള്ള മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി എഡിറ്റോറിയൽ ബോർഡ് അംഗം ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു ടി തോമസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വേദിയും സദസ്സും ഏറെ സമ്പന്നമാണ്. വേദിയെയും സദസ്സിൻ്റെയും സമ്പന്നമാക്കുന്ന എല്ലാ മഹത്തുക്കൾക്കും നമസ്കാരം. ആദ്യമായി ഇത്തരത്തിലൊരു അവസരം നൽകിയതിന് ബഹുമാനപ്പെട്ട സ്പീക്കറോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കട്ടെ. പ്രശസ്തി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ഘട്ടത്തിലാണ് നിയമസഭാ സമിതികളിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾ, നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും നിയമവകുപ്പിലെയും നിരവധി ആളുകൾ റിട്ടയർ ചെയ്തു എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായത്. അങ്ങനെ വിരമിച്ച എല്ലാ നിയമസഭാ ജീവനക്കാർക്കും, പ്രത്യേകിച്ച് അടുത്ത സമയങ്ങളിൽ വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർക്കും, നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും എല്ലാ ആശംസകളും നേരാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകളാണ് വിവർത്തനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ പല ആളുകളുടെയും മനസ്സിൽ ചില മുൻവിധികളുണ്ടാകാം. ആ മുൻവിധികളെയെല്ലാം മായ്ച്ചു കളയാൻ തക്കവണ്ണമുള്ള ഒരു ശക്തമായ ആയുധമാണ് അന്ന് നടന്ന ചർച്ചകളുടെ സത്ത അന്വേഷിച്ചു പോവുക എന്നുള്ളത്. ഏത് നിയമത്തിൻ്റെയും വ്യാഖ്യാനത്തിന് അടിസ്ഥാനപരമായി ന്യായാധിപന്മാരടക്കമുള്ള ആളുകളുടെ ഉണ്ടല്ലോ, ഏത് നിയമത്തിൻ്റെയും വ്യാഖ്യാനത്തിന് അടിസ്ഥാനപരമായി സ്വീകരിക്കാവുന്ന ഒരു മാനദണ്ഡം ഇൻറ്റൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചറാണ്. നിയമം പാസ്സാക്കുമ്പോൾ ആ നിയമനിർമ്മാണ സഭ എന്താണ് ലക്ഷ്യമിട്ടത് എന്നത് അന്വേഷിച്ച് കണ്ടെത്തുക. അതിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ ഭരണഘടന രൂപീകരിക്കുമ്പോൾ എന്തായിരുന്നു ആ നിർമ്മാതാക്കളുടെ ലക്ഷ്യം എന്നത് പങ്കുവെക്കാനുള്ള ഒരു വലിയ അവസരമായി ഈ പുസ്തകം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായി എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും മഹത്തായ ഭരണഘടനയാണ്. മറ്റൊരു രാജ്യത്തിനുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഭരണഘടന. ഞാൻ ഇൻറ്റൻഷൻ ഓഫ് ലെജിസ്ലേച്ചർ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ചേർത്ത് വായിക്കട്ടെ. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മതേതരത്വം.
ഒരു സെക്യുലർ രാജ്യം എന്ന ആശയം ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതി ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 1977 അത് നിയമമാവുന്നത്, അതായത് പ്രാബല്യത്തിൽ വരുന്നത്. അന്ന് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ വളരെ വിശദമായ ചർച്ചകൾ അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം, എന്തുകൊണ്ട് ഭരണഘടന നിർമ്മിച്ചപ്പോൾ സെക്യുലർ സ്റ്റേറ്റ് എന്ന് എഴുതി ചേർത്തില്ല? ഒരു സംശയം ഒരു നിയമവിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ എനിക്കുണ്ടായിട്ടുള്ള സംശയമാണ്. ആഴത്തിൽ പഠിക്കുമ്പോൾ അവിടെയാണ് ഈ ഭരണഘടന നിർമ്മാണ സഭകളുടെ ചർച്ചകൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 14, 15, 25 മുതൽ 28 ഇക്വാളിറ്റി ബിഫോർ ലോ, അതുപോലെ മതപരമായ വിവേചനം പാടില്ല എന്നൊക്കെയുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചപ്പോൾ ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്നത് എഴുതി ചേർക്കേണ്ടതായ ഒരു വസ്തുതയായി അന്ന് തോന്നിയിട്ടുണ്ടാവില്ല. ആ സെക്യുലർ എന്ന പദം എഴുതി ചേർത്തില്ലെങ്കിൽ പോലും ഇന്ത്യ മഹാരാജ്യം ഒരു മതേതര രാജ്യമാണ് എന്ന വിവക്ഷ ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചയിൽ ഉടനീളം മുഴുമിച്ച് നിന്നിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് പറഞ്ഞത് ഇൻറ്റൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചർ അറിയണമെങ്കിൽ അത് പാസ്സാക്കുന്ന സമയത്ത് എല്ലാ നിയമങ്ങളുടെയും, എന്നാൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ എല്ലാ നിയമങ്ങളുടെയും മാതാവായ മദർ ഓഫ് ഓൾ ലോസ് ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ വളരെ പ്രധാനമാണ്. അപ്പോൾ മതപരമായ വിവേചനം പാടില്ല, എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യർ തുടങ്ങിയുള്ള ആശയങ്ങൾ നമ്മുടെ മൗലിക അവകാശങ്ങളായി തന്നെ ചേർത്തിരിക്കുന്നിടത്ത് പ്രിയാമ്പിളിൽ അന്ന് സെക്യുലർ ചേർക്കാതിരുന്നത്, സെക്യുലർ എന്ന വാക്ക് ചേർക്കാതെ തന്നെ അത് വിവക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ ആശയങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ് ഈ നിർമ്മാണ സഭകളിലെ ചർച്ചകൾ മനസ്സിലാക്കുക എന്നുള്ളത്. അത്തരത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു, ഇത് കേവലം ഒരു നിയമപുസ്തകമല്ല, നമ്മുടെ ഒരു തത്വ സംഹിതയാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാവാണ് എന്ന് ജയരാജ് പറഞ്ഞു. അപ്പോൾ ആത്മാവിൻ്റെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിൽ അവയെ പച്ചയായി ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളുടെ വിവർത്തനം പര്യാപ്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളൊക്കെ ചെറിയ തരത്തിൽ മാത്രമേ ഇടപെട്ടുള്ളൂ. വലിയ അധ്വാനം കാഴ്ചവെച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി എഡിറ്റോറിയൽ ബോർഡ് അംഗം ബഹുമാനപ്പെട്ട MLA ശ്രീ തോമസ് കെ തോമസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ സ്പീക്കർ, മുഖ്യപ്രഭാഷണം നടത്തിയ ചീഫ് വിപ്പ്, വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഏറെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെയാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയൊരു വിഷയം അതാണ്. അനേകം ആൾക്കാരെ ഇവിടെ വിളിച്ച് ആദരിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ. അപ്പോൾ ശരിക്കും നമ്മുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ എല്ലാം ബലമായ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഭരണഘടന എഴുതിയ കാലഘട്ടങ്ങളിൽ എത്രയോ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ഒരുപാട് കാലങ്ങളെടുത്ത് നമുക്കൊരു ബലമായി, നമുക്ക് വലിയൊരു ആത്മസംതൃപ്തിയായി, അത് ഒരു മനുഷ്യനും വിവേചിക്കപ്പെടാതെ അല്ലെങ്കിൽ തള്ളപ്പെടാത്ത രീതിയിൽ ഇതിനെ പൂർത്തീകരിക്കുവാൻ സാധിച്ച ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ അനേകം ആൾക്കാരെ ആദരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു വിഷയം അത് തന്നെയാണ്. ആ കാലഘട്ടങ്ങളിൽ ഇന്ന് അവരാരും ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇന്ന് ഇത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ ഇവരെല്ലാവരും ഇതിനകത്ത് വന്ന് പ്രശസ്തി പത്രം മേടിച്ചപ്പോൾ ഉള്ളിൽ കൂടെ കടന്നുപോയ ഒരു ചിന്തയും അത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ ഭരണഘടനാ മൂല്യമാണ് നമ്മുടെ ബലം. അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് ശരിക്കും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് അനേകർക്കത് മനസ്സിലാകുവാനും
അത് മുറുകെ പിടിക്കാനും അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുവാൻ സാധിച്ച ഇന്ത്യ എന്ന ഒരു രാജ്യം. കാരണം ഞാനെപ്പോഴും ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയത്, ഞാനൊരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചു വളർന്നതാണ്. അപ്പം ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ ഏകദേശം 4000 വർഷം മുമ്പ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതായാലും 4000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാസാമ്രാജ്യം. അപ്പോൾ നമുക്കറിയാം ഏകദേശം 29 സംസ്ഥാനങ്ങൾ, വിവിധ ഭാഷകൾ, രീതികൾ, സംവിധാനങ്ങളുള്ള ഈ ഒരു സംവിധാനത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത് ശരിക്കും ഈ ഭരണഘടനയുടെ മൂല്യം തന്നെയാണ്. അത് നമ്മൾ മുറുകെ പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഛിന്ന ഭിന്നമായി പോകേണ്ട സമയം അതിക്രമിച്ചിരുന്നു. എന്നാൽ അതിനെ ഒന്നിച്ചു നിർത്തുവാൻ സാധിച്ചത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടും പരിവർത്തിച്ചുകൊണ്ടും അവരുടെ നല്ല രീതിയിലുള്ള ഇടപെടലും കൊണ്ടാണെന്നുള്ള കാര്യം ഒരു സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇതിന് ശരിക്കും പിന്നിൽ പ്രവർത്തിച്ച പ്രിയങ്കരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം ഇതിന് മുൻകൈയെടുത്ത പ്രിയങ്കരനായ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ്, മറ്റ് പ്രിയപ്പെട്ടവരെ, ജയരാജ് സാർ ഉൾപ്പെടെ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട്, കാരണം നിങ്ങൾ എടുത്ത കാര്യങ്ങൾ വൃഥാവായി പോകില്ല. അത് ശരിക്കും ഒരു പുസ്തകങ്ങളിൽ തന്നെ നല്ല തങ്കലിപികൾ തന്നെ എഴുതപ്പെട്ടു. അത് ഒരു നാളും മാറ്റപ്പെടില്ല എന്നുള്ള ഒരു ഒറ്റ വിശ്വാസം എൻ്റെ ഈ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, ഇതിനെ ക്ഷണിച്ചതിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി എഡിറ്റോറിയൽ ബോർഡ് അംഗം ബഹുമാനപ്പെട്ട MLA ശ്രീ M. രാജഗോപാലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാനപ്പെട്ട സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സഹപ്രവർത്തകരായ MLA മാർ, മറ്റ് വിശിഷ്ടാതിഥികൾ, സഹോദരന്മാരെ, വളരെ അഭിമാനകരവും അതിനേക്കാളേറെ മാതൃകാപരവുമായ ഒരു ചരിത്ര ദൗത്യമാണ് കേരള നിയമസഭ നിർവഹിച്ചിരിക്കുന്നത്. സാമൂഹ്യ നന്മയെ മുൻനിർത്തിയുള്ള ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരളത്തിൽ നിയമസഭ ആ വഴികളിൽ ഒരു അധ്യായം കൂടി വിരചിച്ചിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാല ഇന്ത്യ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും നിയമവിദ്യാർത്ഥികൾക്കുമെല്ലാം ഒരു റഫറൻസ് ഗ്രന്ഥമെന്ന രീതിയിൽ കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രസിദ്ധീകരണം നടത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇതിൻ്റെ ഏത് പ്രൊജക്റ്റിൻ്റെയും വിജയകരമായ പര്യവസാനമെന്ന് പറയുന്നത് അതിൻ്റെ പ്ലാനിങ് ആൻഡ് ഇനീഷ്യേറ്റീവാണ്. ഈ 2 ഘട്ടത്തിലും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ നിയമമേഖലയിലെ തങ്ങളുടെ അനുഭവ സമ്പത്തും കാര്യഗ്രാഹവുമെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തർക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് വളരെ ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള നേതൃത്വം കൊടുത്തുകൊണ്ട് സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളും ഇടപെടലുകൾ നടത്താൻ ആദരണീയനായ സ്പീക്കർ ഉൾപ്പെടെ എല്ലാവർക്കും കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കിത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇനിയും ചില വാല്യങ്ങൾ പുറത്തിറങ്ങാനുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ വിശ്വാസം. തീർച്ചയായും പുതിയ തലമുറയെ സംബന്ധിച്ച് കൂടുതൽ വിജ്ഞാനകരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ ജനാധിപത്യത്തിന് ഏറ്റവും പേരുകേട്ട രാജ്യമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ബഹുസ്വരതയാണ്. ആ ബഹുസ്വരതയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാനകാല സന്ദർഭത്തിൽ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിലൊരായുധമായി അക്കാഡമിക് തലത്തിൽ സജ്ജമാക്കപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥം സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യ വിവരാവകാശ കമ്മീഷണർ ശ്രീ V. ഹരിനായരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, MLA മാർ, മറ്റ് മഹത് വ്യക്തികളെ, ഇപ്രകാരം ഒരു മഹത് ചടങ്ങിൽ പങ്കെടുക്കുവാനും നിയമസഭയുടെ ആദരം ഏറ്റുവാങ്ങാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിന് കാരണക്കാരായ ബഹുമാനപ്പെട്ട സ്പീക്കറോടും അദ്ദേഹത്തിൻ്റെ ടീമിനോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നന്ദി സർ. ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നിയമവകുപ്പ് സെക്രട്ടറി ശ്രീ KG സനൽകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാർ സാർ, സ്പീക്കർ ഷംസീർ സാർ, ബഹുമാനപ്പെട്ട മറ്റ് MLA മാർ, ചീഫ് വിപ്പ്, ഏറെ ബഹുമാനപ്പെട്ട ജയകുമാർ സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ബേബി, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരിനായർ സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, മറ്റ് ജീവനക്കാരെ, ഏറെ അഭിമാനത്തോടും അതോടൊപ്പം തന്നെ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അഭിമാനമെന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ നിയമസഭയാണ്. ഇതൊരു പ്രാദേശിക ഭാഷയിൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ പരിഭാഷപ്പെടുത്തുന്നു. അതിൽ നിയമവകുപ്പിൻ ഒരു ഭാഗമായി എന്നുള്ള അഭിമാനമാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ നിയമസഭയുടെ പ്രവർത്തനമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് നിയമവകുപ്പ്. അപ്പോൾ പലപ്പോഴും നിയമസഭയുടെ ആ ഒരു എക്സ്പെക്റ്റേഷന് ആ രീതിയിൽ നമുക്ക് വളർന്നു വരാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് വിരുദ്ധമായി നമ്മുടെ സേവനങ്ങൾ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു അംഗീകാരം നൽകി എന്നുള്ള ഒരു സന്തോഷം, അത് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വകുപ്പിൻ്റെ വളരെയധികം ജീവനക്കാർ ഈ മഹത് സംരംഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഭരണഘടനയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഭാഗമാക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ഡിബേറ്റ്സ് വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഭരണഘടന എന്തുകൊണ്ടാണ് ഇന്നത്തെ രീതിയിൽ ഈ ഭരണഘടന അംഗീകരിച്ചതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ആ ഡിബേറ്റ്സ് നമ്മൾ യഥാർത്ഥത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ, വിശിഷ്യ നിയമവിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം കൂടെ ഈ LLB തലത്തിലെങ്കിലും കാരണം നമ്മൾ ഇപ്പോൾ നിയമം പഠിക്കുന്ന സമയത്ത്, ഭരണഘടന പഠിക്കുന്ന സമയത്ത് മെക്കാനിക്കലായിട്ടാണ് ഈ ഭരണഘടന പഠിക്കുന്നത്. അപ്പോൾ ഈ ഓരോ അനുച്ഛേദവും യഥാർത്ഥത്തിൽ വളരെയധികം ചർച്ച ചെയ്താണ് നമ്മുടെ ഭരണഘടനയിൽ അംഗീകരിച്ചിട്ടുള്ളത്. ഏകദേശം 2-2.5 വർഷം നീണ്ടു നിന്ന ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ നമ്മുടെ ഈ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ അനുച്ഛേദം എന്തുകൊണ്ടാണ് നമ്മൾ അംഗീകരിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഓരോ അനുച്ഛേദത്തിൻ്റെയും ആ യഥാർത്ഥ സത്ത, അതിൻ്റെ ആവശ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തെന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഡിബേറ്റുകൾ കൂടെ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ നിയമസഭാ പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ LLB സിലബസിലെങ്കിലും ഇതൊരു വിഷയമായിട്ട് കൊണ്ടുവന്ന് യഥാർത്ഥ നമ്മുടെ ഭരണഘടനയെ സത്ത വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ആദരിച്ചതിന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള പ്രവർത്തനത്തിനും, ഇനി 3 വാള്യം കൂടി ഇറങ്ങാനുണ്ട്, തുടർന്നുള്ള പ്രവർത്തനത്തിനും നമ്മുടെ നിയമ വകുപ്പിൻ്റെ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ചേർക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി CAD പ്രോജക്റ്റിലെ വിദഗ്ധ സമിതി അംഗം ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് ഓണക്കൂറിനെ ക്ഷണിക്കുന്നു. സമാദരണീയനായ സ്പീക്കർ ശ്രീ ഷംസീർ, ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, ഏറ്റവും പ്രിയപ്പെട്ട ചീഫ് വിപ്പ് ജയരാജ് സാർ, ബഹുമാന്യരായ ജനപ്രതിനിധികൾ, നിയമ വിദഗ്ധർ, നമ്മുടെ പരിഭാഷാ പ്രോജക്റ്റിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ബഹുമാന്യർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. എനിക്ക് ഒട്ടേറെ ആശങ്കകളോടുകൂടിയാണ് ഞാൻ ഈ പ്രോജക്റ്റിൽ ചേർന്ന് പ്രവർത്തിച്ചത് എന്ന് പറയാൻ നിങ്ങളുടെ മുമ്പിലെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്തുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിൽ
ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങൾ ഡിബേറ്റ് പരിഭാഷപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വാസ്തവത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. മലയാള ഭാഷ മാത്രമാണ് അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാഹസം എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു. നമ്മുടെ പല പ്രോജക്റ്റുകളും വാസ്തവത്തിൽ സർവകലാശാലയിൽ ആരംഭിച്ച പ്രോജക്റ്റ്, അതുപോലെ സാഹിത്യ അക്കാദമി ആരംഭിച്ച ഭാഷാ ചരിത്ര നിർമ്മാണ പ്രോജക്റ്റ്, നമ്മുടെ സർവ്വവിജ്ഞാനകോശം അടക്കമുള്ള ബൃഹത് ഗ്രന്ഥങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ പാതി വഴിയിൽ നിലച്ചുപോയ അവസ്ഥയിലാണ് ഈ വലിയ പ്രസ്ഥാനം പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തത്. മുൻ സ്പീക്കർ ശ്രീ രാജേഷ് അദ്ദേഹത്തിൻ്റെ ഒരു സൽബുദ്ധിയിൽ എന്ന് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ നേർബുദ്ധിയിൽ ഉദിച്ച ഒരു വെളിച്ചം ഈ പ്രോജക്റ്റിൻ്റെ തുടക്കത്തിന് കാരണമായി. നമ്മുടെ ആദരണീയനായ ഇപ്പോഴത്തെ സ്പീക്കർ ശ്രീ ഷംസീർ വളരെ ഉത്സാഹത്തോടു കൂടി ഈ പരിപാടിയെ മുൻപോട്ട് നയിക്കുന്നതിന് നേതൃത്വം നൽകി എന്നുള്ളത് സന്തോഷത്തോടു കൂടി അതിലെ ഒരു അംഗം എന്നുള്ള നിലക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ NK ജയകുമാർ സാർ അനുഷ്ഠിച്ച നിഷ്കാമമായ സ്നേഹം, പലപ്പോഴും അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ ഈ പരിപാടി പരിശോധിക്കുന്നതിനെത്തിയിരുന്നത് എന്ന് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യമെന്ന് ഞാൻ പറയുന്നില്ല, അതിനെയൊക്കെ അതിജീവിക്കുന്ന ഉൽപ്പതിഷ്ണുത്വവും അതുപോലെ തന്നെയുള്ള ഉത്സാഹവും വാസ്തവത്തിൽ ഈ പ്രോജക്റ്റിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനെ സഹായിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇവിടെ ഒട്ടേറെ ആളുകളുണ്ട്. പ്രിയപ്പെട്ട ജ്യോതി മാം അടക്കമുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്ന, ഉത്സാഹത്തോടു കൂടി ഓടി നടന്ന ഈ കാര്യങ്ങൾ ചെയ്ത, അതുപോലെ നമ്മുടെ കുട്ടികൾ, ഈ പല തലങ്ങളിൽ പ്രവർത്തിച്ച നിയമസഭ ജീവനക്കാർ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഒരു അത്യുത്സാഹം ഈ പ്രോജക്റ്റിൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും അതിനെല്ലാം നമുക്ക് അവരോട് നന്ദി പറയാം എന്നാണ് അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കുറ്റമറ്റ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന നമുക്ക് ശക്തമായിട്ട് അറിയാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. 7ാം വാല്യം പ്രസിദ്ധപ്പെടുത്തുന്നു എങ്കിലും ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അത് എല്ലാം പരിശോധിച്ച് തെറ്റുകൾ വരാതെ കുറ്റമറ്റതാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് അർപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് വിസ്മരിക്കപ്പെടരുത്. ഈ ഉത്സാഹവേളയിൽ അവസാനിച്ചിട്ടില്ല കാര്യങ്ങൾ. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ ഭംഗിയായി നിർവഹിച്ച് സമൂഹത്തിൻ്റെ മുൻപിൽ കുറ്റമറ്റതായി ഈ പ്രോജക്റ്റ് സമർപ്പിക്കുന്നതിന് തീർച്ചയായും നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു സമർപ്പണം മാത്രം ഈ അവസരത്തിൽ നടത്തിക്കൊണ്ട് എല്ലാ ബന്ധപ്പെട്ട ആളുകളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ച് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മുൻ നിയമസഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ N കൃഷ്ണകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരെ, സാധാരണ ഒരു ചൊല്ലുണ്ട്, വ്യത്യസ്തമായ സമയം കാണിക്കുന്ന ക്ലോക്കുകളുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് സമയം കണ്ടെത്താനാകില്ല. വീട്ടിൽ ഒന്നിലധികം ക്ലോക്കുകൾ ഉണ്ടാകുകയും അതിന് വ്യത്യസ്തമായ സമയമാണ് കാണിക്കുന്നതെങ്കിൽ കൃത്യമായ സമയം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളെ ചേർത്ത് പിടിച്ചുള്ള ഒരു കമ്മിറ്റിയായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു വലിയ ദൗത്യം, ഒരു ചലഞ്ചായിരുന്നു ഈ CIDക്ക് ഉണ്ടായിരുന്നത്. അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ NK ജയകുമാർ സാറിനുള്ള എൻ്റെ ഗുരുനാഥനുള്ള ആദരവും കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് വ്യത്യസ്തങ്ങളായ പല മേഖലയിലുള്ളവർ ഈ കമ്മിറ്റിയിൽ ഭാഗവാക്കായിരുന്നു. ജഡ്ജസ് എന്നുള്ള നിലയിൽ വിദഗ്ധ സേവനം നടത്തിയ ശശീരൻ സാറുണ്ടായിരുന്നു, PD ധർമ്മരാജൻ സാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് വളരെ പ്രശസ്തരായ സദാശിവൻ നായർ സാറുണ്ടായിരുന്നു, KC മോഹൻകുമാർ സാർ, അതുപോലെ തന്നെ TP രാജലക്ഷ്മി ടീച്ചർ തുടങ്ങിയ വിദഗ്ധരുടെ ഫൈനൽ ടച്ചിന് ശേഷമാണ് ഈ പതിപ്പുകളെല്ലാം പുറത്തിറങ്ങിയത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ചലഞ്ചായിരുന്നു. ലിമിറ്റഡ് ടൈമിനകത്ത് ഇത്രയും വലിയൊരു ടാസ്ക് നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കർമ്മമാണ്. അതിന് നേതൃത്വം നൽകിയ, പ്രത്യേകിച്ച് കാലാകാലങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങളും
അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ കുറ്റമറ്റ രീതിയിലായിരിക്കണം വളർന്ന് വളരെ നിർബന്ധത്തോടെ വളരെ നിഷ്കർഷിച്ചുകൊണ്ട് പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, അദ്ദേഹത്തിൻ്റെ PS മനോഹരൻ നായർ സാർ, അതുപോലെ തന്നെ നമ്മുടെ ടീം അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ ലും നിയമവകുപ്പിലുള്ള ടീം അംഗങ്ങൾ, ഇപ്പോഴത്തെ സെക്രട്ടറി ഷാജി CBB, എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി മുൻ നിയമസഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ SV ഉണ്ണികൃഷ്ണൻ നായരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ സ്പീക്കർ ശ്രീ N. ശംസി സർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സർ, വേദിയിലുള്ള ആദരണീയരെ, സദസ്സിലുള്ള എൻ്റെ സഹപ്രവർത്തകരും അഭിവന്ദ്യരുമായ സുഹൃത്തുക്കളെ, ഞാൻ നിയമസഭാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ശ്രീ MP രാജേഷ് സാറ് ഒരു ദിവസം ഞാനും ശ്രീ മനോഹരൻ സാറും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം എടുത്തിടുകയാണ്. നമുക്കിങ്ങനൊരു പദ്ധതി ചെയ്താലോ, വേറൊരു സ്റ്റേറ്റിലും ചെയ്തിട്ടില്ല, അതെങ്ങനെ പറ്റും എന്നുള്ളതാണ്. അപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ സ്റ്റുഡൻ്റായിരുന്ന എനിക്ക് അത് വലിയ ആവേശമായി മാറി. ഞാൻ സാറിനോട് പറഞ്ഞു, നമുക്ക് ചെയ്യാൻ കഴിയും സാർ. കാര്യം അത് എങ്ങനെ എത്രയും ആളുകൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സാധാരണഗതിക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ പോരല്ലോ ഇതിന്. അപ്പോൾ ഞാൻ പറഞ്ഞത് തികച്ചും ശരിയാണ്. നിയമം അറിയുന്ന ആളുകളെ ഉൾപ്പെടുത്തി ഇത് ചെയ്തെങ്കിലേ അത് ഫൈനലായിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു പദ്ധതി രൂപീകരിച്ചത്. അപ്പോൾ അതിന് ട്രാൻസ്ലേഷൻ പല തട്ടുകളിൽ വെരിഫിക്കേഷൻ നടത്തിയെടുക്കണം എന്നൊരു ചിന്ത വന്നു. ഇപ്പോൾ നിയമവകുപ്പിൽ 2 വർഷം ജോലി ചെയ്തിരുന്നു എന്നുള്ളതും നിയമസഭയിൽ ജോലി ചെയ്തു എന്നതുകൊണ്ട് എനിക്ക് ഈ 2 വിഭാഗങ്ങളെയും ചേർത്താൽ നന്നായി ഇത് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ഉറച്ച ധാരണയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രപ്പോസൽ സാറിനോട് വെച്ചത്. സാർ, നിയമവകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി മുതൽ താഴേക്ക് അണ്ടർ സെക്രട്ടറി വരെ ആയിരുന്ന് റിട്ടയർ ചെയ്ത പല ആളുകളെയും എനിക്ക് നേരിട്ടറിയാം. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇതിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ നിയമസഭയിൽ ഇതുപോലെ പ്രവർത്തിച്ചിരുന്ന മിടുക്കരായ ആളുകൾ, അവരെല്ലാം സംഘടിപ്പിച്ച് നമുക്കിത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു വലിയൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം കഴിഞ്ഞത്. അത് ഒരു വലിയ സന്തോഷമായി ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. കാര്യം ഇത് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ തുടക്കം എന്ന നിലയ്ക്ക്. അത് കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് MP രാജേഷ് സാറ് സ്പീക്കർ സ്ഥാനം മാറി. അത് കഴിഞ്ഞ് വന്ന ഷംസി സാർ ഇതിനെ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ പ്രോജക്റ്റായി എടുത്ത് വളരെ ഉത്സാഹത്തോടു കൂടി അത് മുമ്പോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഒരു പക്ഷേ ഇന്ന് 7ാം വോളിയം പ്രസിദ്ധീകരിക്കുന്ന തരത്തിൽ ഇത് എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു എങ്ങനെ ഈ ഭരണഘടന ഉണ്ടായി വന്നു എന്നത് പൊതുജനങ്ങൾക്കറിയുന്ന തരത്തിൽ, പ്രത്യേകിച്ച് മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ, റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് പോലും നന്നായി അതിൻ്റെ മനസ്സിലാക്കിയെടുക്കാനും കഴിയുന്ന തരത്തിൽ അത് ഭാഷാ തരത്തിൽ കൊണ്ടുവരുമ്പോൾ 2 തരത്തിൽ നോക്കേണ്ടതുണ്ട്. ഒന്ന്, അതിൻ്റെ നിയമവശം കറക്റ്റാണോ, അല്ല വെറുതെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലിട്ടിട്ട് ട്രാൻസ്ലേഷൻ എടുത്താൽ പോരല്ലോ. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് അത് വളരെ കൃത്യമാണോ, അത് നിയമപരമായി കറക്റ്റാണോ, അല്ലെ ഭാഷ ശുദ്ധിയുള്ളതാണോ, ഇതെല്ലാം നോക്കാനായിട്ടാണ് ഈ ബൃഹത് സമിതി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ജോർജ് ഓർണക്കോട്ട് സാറ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭാഷാപരമായ കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നു. പിന്നെ ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെയൊക്കെ അധ്യാപകനായ ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ ഫുൾ പ്രൂഫായിട്ട് തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നു. അതിലേക്ക് വേണ്ട ശ്രമം നടത്തിയ എല്ലാവർക്കും എൻ്റെ ഒരു പ്രത്യേക നന്ദി കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്ന് ആദരിക്കപ്പെട്ടു എന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി മാറുന്നു. എല്ലാത്തിനും ഈ സഹപ്രവർത്തകർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സ്പീക്കർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സർ. മറുപടി പ്രസംഗത്തിനായി ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകളുടെ മലയാള പരിഭാഷാ പ്രോജക്റ്റിൻ്റെ വിദഗ്ധ സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ NK ജയകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ഷംസീർ, എഡിറ്റോറിയൽ കമ്മിറ്റി അംഗങ്ങളായ
നിയമസഭാ സാമാജികരെ, ഇവിടെ ആശംസകൾ അർപ്പിച്ച ബഹുമാന്യരെ, ഇതിൽ പങ്കെടുക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, ഇനിയൊരു പ്രസംഗം കൂടി നിങ്ങൾ സഹിക്കില്ലെന്ന് എനിക്കറിയാം. അത്രയധികം പ്രസംഗങ്ങൾ ഇവിടെ കേട്ടു എന്ന് മാത്രമല്ല, പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുകയും ചെയ്തു. ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചും ഈ പ്രോജക്റ്റ് ഇവിടെ എങ്ങനെ ഏത് രീതിയിൽ നടപ്പിലാക്കി എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ 15ാം കേരള നിയമസഭയുടെ കാലാവധി പൂർത്തിയാവുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 15ാം കേരള നിയമസഭയുടെ എന്നല്ല, കേരള നിയമസഭയുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന, ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട, ചരിത്രത്തിൻ്റെ സ്ഥാനമായി മാറാൻ പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ ഇതുപോലെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് മറ്റ് ഭാഷകളിൽ ആരും ഇതിന് തയ്യാറായില്ലെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ഇത് എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമല്ല. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്പീക്കർ ശ്രീ രാജേഷിൻ്റെ കാര്യം ആരോ പരാമർശിച്ചു. രാജേഷിൻ്റെ മനസ്സിലുദിച്ച ഒരാശയമാണ്. പിന്നെ അതിലും അധികം ഉത്സാഹത്തോടെ, കമ്മിറ്റ്മെൻറ്റോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും പൂർത്തിയാക്കുകയും ചെയ്തത് നമ്മുടെ സ്പീക്കർ ശ്രീ ഷംസീറാണ്. ആദ്യം ഇതുമായി ബന്ധപ്പെടുമ്പോൾ ഇതിൻ്റെ സങ്കീർണതകൾ പൂർണ്ണമായും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറയാം. ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചകൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രവൃത്തിയിൽ വ്യാപൃതനായപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാം എല്ലാ അർത്ഥത്തിലും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഒരു മലയാളി വനിത ശ്രീമതി ദാക്ഷായണി വേലായുധൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി മെമ്പറായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സ്മാരകം, അവരെക്കുറിച്ചുള്ള കഥാവിശേഷമായിട്ട് കുറിച്ച് കാലമായി നമ്മുടെ കേരളത്തിലെ നിയമ സർവകലാശാല ദാക്ഷായണി വേലായുധൻ സ്മാരക പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. അപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് അന്നൊന്നും അറിയില്ല. ഞാൻ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയ സമയത്താണ്. അപ്പോൾ എന്തായാലും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി മെമ്പറായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ ഡിബേറ്റ്സ് എല്ലാം നോക്കിയപ്പോൾ ഇവർ വളരെ ഫലപ്രദമായി പല ഘട്ടങ്ങളിലും ചർച്ചകളിൽ ഇടപെടുകയും ഒരുപാട് പല രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാബാ സാഹേബ് അംബേദ്കറിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് പോലും വിയോജിച്ചുകൊണ്ട് ശ്രീമതി ദാക്ഷായണി വേലായുധൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നടത്തിയ പല പ്രസംഗങ്ങൾ ഞാൻ നോക്കിയെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്മാരക പ്രഭാഷണം നടത്തിയത്. അപ്പോൾ അതിൽ പങ്കെടുത്ത പലരും വന്നിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അവർ കേട്ടിട്ടില്ല, അവരുടെ സംഭാവനകൾ എന്താണെന്ന് അവരിതുവരെ ചിന്തിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിൽ ഓരോ അംഗത്തിൻ്റെയും സംഭാവന, അതിൽ മലയാളിയായ ഈ ദളിത് വനിതയുടെ സംഭാവന പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഈ ആദരവ് വരുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ വിദഗ്ധ സമിതിയുടെ ചെയർമാനായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുന്നത് തന്നെ. കാരണം ഞങ്ങളങ്ങനെ ഒരു സാധാരണ അർത്ഥത്തിലുള്ളൊരു കമ്മിറ്റിയല്ല. ഞങ്ങൾ കുറച്ച് ഒരു സുഹൃത്ത് സദസ്സ് പോലെ ഞങ്ങൾ രാവിലെ ഇവിടെ വരും, ചർച്ചകൾ ആരംഭിക്കും, വൈകുന്നേരം വരെ ഇരിക്കും. എല്ലാം റിട്ടയർമെൻറ്റ് പ്രായം കഴിഞ്ഞവരും സീനിയർ സിറ്റിസൻ്റെ ഡെഫിനിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വർഷങ്ങളായവരും ഒക്കെയാണ്. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്നേ തീരുമെന്നായി. ഇന്ന് ഉച്ചയ്ക്ക് പിരിയാമെന്ന് പറഞ്ഞാൽ പക്ഷേ അത് പാടില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി. ഇവിടെ തന്നെ അവർ ഭക്ഷണമൊക്കെ തരുമായിരുന്നു. അതും കഴിച്ചുകൊണ്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഈ ചർച്ചകൾ നടത്തും. നമുക്കുണ്ടായിരുന്നൊരു നിർബന്ധം, ഇതിൻ്റെ ഗുണനിലവാരത്തിൽ വെള്ളം ചേർക്കാൻ ഒരു കാരണവശാലും പാടില്ല. ഓതൻറ്റിസിറ്റി, അതിൻ്റെ ആധികാരികത, പ്രത്യേകിച്ച് നിയമസഭയുടെ പബ്ലിക്കേഷൻ ആകുമ്പോൾ അത് ഒരു ആധികാരികത എല്ലാവരും കൽപ്പിക്കും. അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്താനും പാടില്ല. അത്
ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാനും പാടില്ല. ആ രീതിയിലാണിത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തത്. അതിൽ ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് പറയേണ്ടി വരും. ഞാൻ ഇതിനു മുമ്പ് 2 തവണ ഇവിടെ നിയമസഭാ സെക്രട്ടറിയെ പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ അർപ്പണബോധവും അവർക്ക് എത്ര നേരം വേണമെങ്കിലും അഡീഷണലായിട്ട് ജോലി ചെയ്യാനുള്ള സന്നദ്ധതയൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഞാനിവിടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് 50 വർഷത്തെ നിയമനിർമ്മാണം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം പുറത്ത് കൊണ്ടുവന്നു. ഇവിടെ സെക്രട്ടറി സ്റ്റാഫിൻ്റെ മാത്രം കോൺട്രിബ്യൂഷനാണത്. ഞാനതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചു. അവരെ ഇരുത്തി 2-3 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞ് അവരെ ഏൽപ്പിച്ചു. അതിനെക്കുറിച്ച് എത്രമാത്രം അപ്രിസിയേഷൻ, അഭിനന്ദനങ്ങളാണ് പല കോണിൽ നിന്നും ജഡ്ജിമാരും അഭിഭാഷകരും ഇത് ഉപയോഗിച്ച പല ആളുകളും അതിനെക്കുറിച്ച് വളരെ പുകഴ്ത്തി എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്റ്റാഫിൻ്റെ കാലിബറിനെ പറ്റിയോ അവർക്ക് ചെയ്യാൻ കഴിയുന്ന സംഭാവനയെക്കുറിച്ചൊന്നും ഒരു സംശയവും ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങുമ്പോഴും ഇല്ല. എനിക്കതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം പൂർണ്ണമായും ന്യായീകരിക്കത്തക്ക രീതിയിലായിരുന്നു അവരുടെ പ്രവൃത്തിയെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അവരുടെ യാതൊരു അതിരുകളുമില്ലാത്ത സപ്പോർട്ടും ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറുക. നിയമപരിജ്ഞാനമില്ലാത്ത ഒരുപാട് പേര് ഇതിൻ്റെ ഈ ടീമിലുണ്ട്. പക്ഷേ അവസാനം എൻ്റെ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കാൻ അവരിൽ ചിലർക്ക് അവർ വളരെ അറച്ചറച്ചാണ് വരുന്നത്. സാർ ഇത് ഇങ്ങനെയല്ല, ഈ വാക്കല്ല ഇവിടെ വേണ്ട എന്നിങ്ങനെ വളരെ പറയാമോ എന്നുള്ള സംശയത്തോടെയാണെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, അവർ ചൂണ്ടിക്കാണിച്ച തെറ്റ് എനിക്ക് പറ്റിയൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരിൽ നിന്നും പൂർണ്ണമായ സഹകരണം ലഭിക്കുകയും സ്പീക്കറുടെ പൂർണ്ണമായ പിന്തുണ കിട്ടുകയും ഇങ്ങനെ ഒരു എല്ലാം ഒത്തുവന്നു എന്ന് പറയാം. അതിന് ഞാനും ഒരു നിമിത്തമായി, ഞാനും അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു. ആ പ്രവൃത്തികൾ അംഗീകരിക്കപ്പെട്ടതിലും ഇവിടെ ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിലും എനിക്കുള്ള നന്ദി പറയുക എന്നുള്ളതല്ലാതെ കൂടുതൽ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അംബേദ്കറിനെ പറ്റി ഇവിടെ പരാമർശിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ ഏതാണ്ട് ഇതിൻ്റെ ചർച്ചകൾ പൂർത്തിയായ സമയത്ത് ഏതാണ്ട് ഉപസംഹാരം എന്നുള്ള രീതിയിൽ തന്നെ ബാബാ സാഹേബ് അംബേദ്കർ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം നമ്മളേതാണ്ട് ഒരു ഇന്ത്യക്ക് സ്വതന്ത്ര ഇന്ത്യക്ക് പരമാധികാര ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു. ഏതാണ്ട് 3 വർഷത്തെ നിരന്തരമായ പ്രയത്നത്തിലൂടെ ചർച്ചകളിലൂടെ ഭരണഘടനയ്ക്ക് നമ്മൾ രൂപം നൽകിയിരിക്കുകയാണ്. ഇത് സാമാന്യം നല്ലൊരു ഭരണഘടനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഭരണഘടനയെ പ്രാവർത്തികമാക്കുന്നവർ നല്ല മനുഷ്യരാണെങ്കിൽ ഇത് നല്ല ഭരണഘടനയായിരിക്കും. അതല്ലെങ്കിൽ ഈ ഭരണഘടന പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞല്ലോ, ഇപ്പോൾ ഈയിടെ നടക്കുന്ന ചില സംഭവങ്ങൾ അദ്ദേഹം പരാമർശിച്ചു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ തകരാറുണ്ടല്ല, അതിൻ്റെ കൈകാര്യകർത്താക്കളായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ എന്താ പറയുക, മൂല്യബോധമില്ലായ്മയോ അല്ലെങ്കിൽ അർപ്പണബോധത്തിൻ്റെ കുറവോ എന്താണെന്നറിയില്ല. അവരാണ് ഈ ഭരണഘടനയെ വളച്ചൊടിക്കുകയും അതിൻ്റെ അന്തസ്സത്ത ഇല്ലാതാക്കുകയും അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അതിനെതിരായി നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണം. ആ ഒരു പ്രക്രിയയിൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭകൾ സമൂഹത്തിലെത്തിക്കുന്നതിന്, ജനങ്ങളിലെത്തിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി വരാനുള്ള എഡിഷൻസും കാലതാമസമില്ലാതെ പ്രസിദ്ധീകരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഈ അവസരത്തിലുള്ള ആശംസ. നന്ദി. നന്ദി സർ. കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട CAD വിഭാഗം ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ജ്യോതി എല്ലിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സർ, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ MLAമാർ, നമ്മുടെ പരിഭാഷാ നിർമ്മാണ സമിതിയുടെ വിദഗ്ധ സമിതിയിലും അല്ലാതെയുള്ള വിദഗ്ധ സഹകരിച്ച എല്ലാവർക്കും വേദിയിൽ സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ മാന്യ നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചടങ്ങിന് നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനും
നമ്മുടെ നിയമനിർമ്മാണ സഭ പരിഭാഷയുടെ 7ാമത്തെ പതിപ്പിൻ്റെ പുസ്തക പ്രകാശന കർമ്മവും നിർവഹിച്ച നമ്മുടെ ആരാധനായ സ്പീക്കർ സംശയ സാറിനെ നന്ദി അറിയിക്കുകയാണ്. സാർ ഈ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും സാർ ഒരു മടിയും കൂടാതെ എല്ലാ പിന്തുണയും നൽകിയിരുന്നു. സാറിന് മാത്രമല്ല, ഈ പരിഭാഷ പ്രോജക്റ്റ് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായി നേരിട്ട് കണ്ട് അംഗീകരിക്കാനും ആദരിക്കാനും ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാർ കാണിച്ച സന്മനസ്സിന് പ്രത്യേകം എൻ്റെയും നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെയും ഈ കാർഡ് ടീമിലുള്ള എല്ലാവരുടെയും വ്യക്തിപരമായ പേരിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോകുമാർ സാറിനെ ഞാൻ അദ്ദേഹം നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിന് എൻ്റെ പേരിലും നിയമസഭാ സെക്രട്ടറിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായിരുന്ന എല്ലാ അംഗങ്ങൾക്കും, നിയമസഭാ അംഗങ്ങൾക്കും, നിയമവകുപ്പിലെയും നിയമസഭാ സെക്രട്ടറിയിലെയും മുൻ സെക്രട്ടറിമാർക്കും, നമ്മുടെ പരിഭാഷ പ്രോജക്റ്റിലെ അംഗങ്ങളായിരുന്ന ഓരോരുത്തർക്കും അവരുടെ അങ്ങേയറ്റത്തെ ഡെഡിക്കേഷനും സേവനത്തിനും നന്ദി പറയുന്നതോടൊപ്പം അവരുടെ സേവനം തുടർന്ന് ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതിനും അതിന് മേൽനോട്ടം വഹിക്കാനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ തന്ന പ്രൈവറ്റ് സെക്രട്ടറി മനോഹരൻ നായർ സർ, സെക്രട്ടറിയുടെ ഓഫീസ് എന്നിവർക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതിന് സാങ്കേതികമായി അല്ലാതെയുള്ള സഹകരണം ഉറപ്പാക്കിയ IT, സഭാ TV, ഹൗസ് കീപ്പിംഗ്, വാച്ച് ആൻഡ് വാർഡ് വിഭാഗം എന്നിവർക്ക് ഓരോരുത്തർക്കും എൻ്റെയും നിയമസഭാ സെക്രട്ടറിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ശബ്ദവും വെളിച്ചവും മറ്റ് ക്രമീകരണങ്ങളും നൽകിയ PWDയിലെ വിവിധ വിഭാഗങ്ങൾക്കും ഇന്നത്തെ പ്രോഗ്രാം കവർ ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകർക്കും എൻ്റെ പേരിലും നിയമസഭാ സെക്രട്ടറിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ പ്രോജക്റ്റുമായി സഹകരിച്ച ആരുടെയെങ്കിലും വ്യക്തിപരമായി പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും എൻ്റെയും വ്യക്തിപരമായ പേരിലും നിയമസഭാ സെക്രട്ടറിയുടെ പേരിലുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി.